അല്ലാഹുവിന്റെ ദീനിലേക്ക് കൽബിനെ ബന്ധപ്പെടുത്താനും കഴിയുന്നവർക്കാണ്. പരിശുദ്ധ ഖുർആൻ അതാണ് ഓർമ്മപ്പെടുത്തിയത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് നിങ്ങളുടെ കൽബിന് ശാന്തി ലഭിക്കാൻ, സമാധാനമുള്ള ഒരു മാർഗം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അറിയുകയും ആ സൃഷ്ടാവിനെ ഓർത്തുകൊണ്ടുള്ള, അവനെ സ്മരിച്ചുകൊണ്ടുള്ള, അവനെ ആരാധിച്ചുകൊണ്ടുള്ള ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിലൂടെയാണ് നേടിയെടുക്കാൻ സാധിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഒന്നാമതായി സൃഷ്ടിച്ച റബ്ബ് ആരാണ്? സൃഷ്ടാവായ അള്ളാഹുവിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ നിലക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. എല്ലാ മനുഷ്യരും മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോ ഫിർഔൻ അവകാശപ്പെട്ടിരുന്ന വാദം എന്തായിരുന്നു? ഞാൻ അള്ളയാണ്, ഞാനാണ് റബ്ബ്, ഞാനാണ് അള്ളാഹ് എന്ന് വാദിച്ചിരുന്ന ഫറോവ ആ ഫിർഔനിന്റെ മുന്നിലേക്ക് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കയറി ചെല്ലുന്നത് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥനയോടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കയറി ചെന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഫിർഔൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതായിരുന്നു: വമൻ റബ്ബുക്കുമായ മൂസ, മൂസ നീ പറഞ്ഞ റബ്ബാരാ? മൂസ നീ പറയുന്ന റബ്ബുണ്ടല്ലോ, ആ റബ്ബ് ആരാണ് മൂസ? അന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയുടെ മുന്നിൽ വിശദീകരിച്ചു കൊടുത്തൊരു സൃഷ്ടാവ്, ആ രക്ഷിതാവിന് തന്നെയാണ് ഇന്നും ഭൂമി ലോകത്തുള്ള ജനങ്ങളോട് ഈ സംവിധാനത്തിലൂടെ ഖുർആനിക വചനങ്ങൾ ഉദ്ധരിച്ച് മാനവ സമുദായത്തിനോട് ആവർത്തിച്ചുണർത്താനുള്ളത്. അഹങ്കരിച്ചും മാടിത്തിമർത്തും ഭൂമിയിലെ ജീവിതത്തെ ആഹ്ലാദകരമായ ജീവിതത്തിലേക്ക് വഴിമാറുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, സൃഷ്ടിച്ച നാഥനെ മറന്ന്, അതേ ആ നാഥൻ കാണിച്ചു തന്ന മാർഗനിർദ്ദേശങ്ങളെ മറികടന്ന്, അതിനെയൊന്നും പരിഗണിക്കാതെ ജീവിതത്തിന്റെ എല്ലാം മറന്നുകൊണ്ട് ജീവിക്കുമ്പോ സൃഷ്ടാവായ റബ്ബിനെ മനുഷ്യന്റെ കൽബിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമ്മുടേതാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്. ഫറോവയോട് പറയുന്നു: ഫിർഔനെ റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഫിർഔൻ ആ ഫറോവയോട് പറയുന്ന വാക്കിതാണ്. ഫറോവ റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. റബ്ബുന, നമ്മുടെ റബ്ബ്, ഫിർഔനെ നിന്റെയും എന്റെയും റബ്ബ്, ഈ കാണുന്ന സകലതിന്റെയും റബ്ബ് അവനാരാണെന്നറിയുമോ? അല്ലദീ, അവൻ എങ്ങനത്തവനാണ്? അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എത്ര മനോഹരമാണ്! ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിക്കുകയും അതിനൊക്കെ വ്യക്തമായ നിലക്ക് സംരക്ഷണം നൽകുകയും അതിനെ വ്യക്തമായ നിലക്ക് നിലനിർത്തുകയും ചെയ്യുന്ന റബ്ബാരാണോ, ആ റബ്ബാണ് ഫറോവ എന്റെയും നിന്റെയും റബ്ബ് എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിനോട് പഠിപ്പിക്കുന്നതായി പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചരിത്രം നമ്മുടെ മുന്നിൽ വിവരിക്കുന്നത് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ നടത്തിയ ദഅവത്തിലെ ആ പ്രബോധനമില്ലേ, അന്ന് പഠിപ്പിച്ച അതേ ആദർശം പരിശുദ്ധ ഖുർആൻ വളച്ചുകെട്ടില്ലാതെ നമ്മുടെ മുന്നിൽ വിവരിച്ചു തന്ന ഈ ആദർശങ്ങളെ മനുഷ്യന്റെ കൽബിലേക്ക് എത്തിച്ചു കൊടുക്കാനും പഠിപ്പിക്കാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്: ഈ ഭൂമിയിൽ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പും സംവിധാനങ്ങളും അത് നിസ്സാരമല്ല, ചെറുതല്ല. എല്ലാത്തിനെയും സൃഷ്ടിച്ചവനവനാണ്. മനുഷ്യർക്ക് അന്നം നൽകുന്ന സൃഷ്ടാവ്, വെള്ളം നൽകുന്ന സൃഷ്ടാവ്, വായു നൽകുന്ന സൃഷ്ടാവ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് രൂപപ്പെട്ട് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുവോളം ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ സുരക്ഷിതമായി നിന്നെ സംവിധാനിച്ച നിന്റെ രക്ഷിതാവില്ലേ, ആ രക്ഷിതാവ്
ഈ ഭൂമിയിലേക്ക് ജനിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് നൽകിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞേക്കുമ്പോ ഇവിടെ ഭൂമിയുണ്ട്, ആകാശമുണ്ട്, വെള്ളമുണ്ട്, വായുവുണ്ട്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ, ഈ ഭൂമിയെ നിങ്ങൾക്കൊരു മെത്തയെന്നോണം ഒരു വിരിപ്പെന്നോണം ആക്കി തന്നവനാണ് അല്ലാഹ്. വസ്സമാഅ ബിനാആ, ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്നവനാണ് നിങ്ങളുടെ റബ്ബ്. വഅൻസല മിനസ്സമാഇ മാആ, ആകാശത്തിന്റെ മേഘക്കീറുകളിൽ നിന്ന് ഭൂമിയിലേക്ക് മഴയിറക്കി തന്നവനാണ് നിങ്ങളുടെ രക്ഷിതാവ്. എന്നിട്ട് റഹ്മാനായ റബ്ബ് മനുഷ്യനോട് പറയാണ്, ആ മഴ എന്തിനാണ് നൽകിയതെന്നറിയുമോ? ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ ഉപജീവനത്തെ ഈ ഭൂമിയിൽ സംവിധാനിച്ച്, ഇവിടെ നെല്ല് മുളക്കണം, ഇവിടെ വിത്ത് മുളച്ച് നട്ട് നനച്ചുണ്ടാക്കുന്ന വിത്ത് മുളച്ചു പൊന്തണമെങ്കിൽ അല്ലാഹുവിന്റെ കാരുണ്യമായ മഴ ഭൂമിയിലേക്ക് പെയ്തിറങ്ങണം. ഇതെല്ലാം തന്നവൻ അല്ലാഹുവല്ലേ? ഇതിൽ ആർക്കും സംശയമില്ലല്ലോ മുഅ്മിനീങ്ങളെ. എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നതാണ്. അന്നം നൽകുന്നതാരാണ്? വെള്ളം നൽകുന്നതാരാണ്? വായു നൽകുന്നതാരാണ്? നിന്നെ സൃഷ്ടിച്ചവനാരാണ്? നിന്നെ സംവിധാനിച്ചവനാരാണ്? നിനക്ക് വേണ്ടതെല്ലാം ഈ ഭൂമിയിൽ ക്രമീകരിച്ചു തന്നവനാരാണ് എന്ന് ചോദിച്ചാൽ സംശയത്തിന് വകയില്ലാതെ ലോകത്ത് വിശ്വാസി സമുദായം വിളിച്ചു പറയും അത് അല്ലാഹുവാണ്. അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്, അതിന്റെ പിന്നിൽ ഒരു ദൈവമുണ്ട് എന്നെല്ലാവരും അംഗീകരിക്കാറുണ്ടല്ലോ പ്രിയമുള്ളവരെ. അത് സത്യമാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ മനുഷ്യനോട് പഠിപ്പിക്കുന്ന വാചകം ഇങ്ങനെയാണ്: ഇതെല്ലാം തന്നിട്ട് അല്ലാഹു മനുഷ്യന്റെ മുന്നിൽ ഒരു നിബന്ധന വെച്ചു. ആ നിബന്ധന എന്തെന്നറിയുമോ? ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, മനുഷ്യരെ എല്ലാം തന്നത് നാമാണെങ്കിൽ ഇതായി ഒരു നിബന്ധന നിങ്ങൾ കൈവരിക്കണം, നിങ്ങൾ പാലിക്കണം. അതെന്താണ്? ഫലാ തജ്അലൂ, നിങ്ങൾ ഉണ്ടാക്കരുതേ, നിങ്ങൾ വെക്കരുതേ, ലില്ലാഹി അൻദാദാ, അല്ലാഹുവിന് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത്, അല്ലാഹുവിന് നിങ്ങൾ ഇടയാളന്മാരെ ഉണ്ടാക്കരുതേ. പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയുടെ 22-ാമത്തെ വചനത്തിലുള്ള പഠിപ്പിച്ച വാചകമാണ്. ഈ ഭൂമിയിൽ എല്ലാം സംവിധാനിച്ച ലോകത്തിന്റെ രക്ഷിതാവ് നിബന്ധനയായി പറഞ്ഞത് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, അല്ലാഹുവിന് നിങ്ങൾ ഇടയാളന്മാരെ ഉണ്ടാക്കരുതേ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മൾ ചിന്തിക്കണം. ഈ നിബന്ധന മനുഷ്യൻ തെറ്റിക്കുകയാണ്, ഈ നിബന്ധനയിൽ നിന്ന് മനുഷ്യൻ പിന്മാറുകയാണ്. എല്ലാവിധ നിബന്ധനകളെയും, ഇത്തരത്തിലുള്ള എല്ലാ നിബന്ധനകളെയും മറികടന്നുകൊണ്ട് അല്ലാഹുവാണ് വെള്ളം നൽകുന്നത്, വായു നൽകുന്നത്, ആകാശം സൃഷ്ടിച്ചത്, സംവിധാനിച്ചത് എന്നെല്ലാം വിശ്വസിച്ചൊരു മനുഷ്യനതാ അവന്റെ ജീവിതത്തിൽ ആരാധനയുടെ വിഷയം വന്നപ്പോ, അള്ളാഹുവിനെ ഏകനാക്കുന്ന വിഷയം വന്നപ്പോ മനുഷ്യന്മാർ അല്ലാഹു അല്ലാത്ത ദൈവേതര വസ്തുക്കളിലേക്ക്, വ്യക്തികളിലേക്ക്, ശക്തികളിലേക്ക് ആരാധനകളെ വഴിതിരിച്ചു വിടാൻ തുടങ്ങി. റബ്ബല്ലാത്ത വ്യക്തികളെയും വസ്തുക്കളെയും ശക്തികളെയും ഒക്കെ ആരാധിക്കാൻ തുടങ്ങി. ആ ശൈലി തുടങ്ങിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കം, സഹോദരങ്ങളെ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ, അതിന്റെ പുറം ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ, പ്രത്യേകിച്ച് നൂഹ് നബിയുടെ ചരിത്രം മുതൽ നമുക്ക് ചരിത്രത്തെ വായിക്കുന്നിടത്ത് കാണാം സകല പ്രവാചകന്മാരെയും അതേ അന്തിമ പ്രവാചകനായി ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു പറഞ്ഞേച്ചു. എന്തിനു വേണ്ടി? ഈ ഒരൊറ്റ കാര്യം പഠിപ്പിക്കാൻ. അഫ്ളലു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ നബിമാരെയും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വേണ്ടി, അന്നം തന്ന, വെള്ളം തന്ന, വായു തന്ന, നിങ്ങൾക്ക് ഈ സകലതും ഒരുക്കി തന്ന നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ലോകത്ത് എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു പറഞ്ഞയച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. എല്ലാ നബിമാർക്കും
അള്ളാഹ് ഏൽപ്പിച്ചു കൊടുത്ത ദൗത്യം അതാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംബിയാഇന്റെ 25-ാമത്തെ വചനത്തിൽ അള്ളാഹ് പഠിപ്പിക്കുന്നത് കാണാം. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. എന്ത് കാരണം? ഖുർആനിൽ പഠിപ്പിക്കുകയാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. അല്ലാഹ് പറയാണ്, ഞാനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല, മറ്റൊരു ദൈവവുമില്ല, അതിനാൽ നിങ്ങൾ എന്നെ ആരാധിക്കൂ എന്ന് പഠിപ്പിക്കാനല്ലാതെ ഒരു ദൂതന്മാരെയും ഒരു പ്രവാചകന്മാരെയും നാം നിയോഗിച്ചിട്ടില്ല. മഴ വരാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് മഴ വരും, കുറച്ച് മഴ പെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മഴ പെയ്യും, കുറച്ച് മഴ പെയ്യാൻ പറഞ്ഞു. നിർത്തണമെന്ന് ചോദിക്കാം, നിർത്തണമെന്ന് ചോദിക്കാം. മുഴുവനായിക്കളാറിന് അത് മുഴുവനായിക്കളാറ് മുഴുവനായിക്കളാറിന് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ സ്കരിക്കുന്നത് കുറവാണായിരുന്നു. ഇവിടെ സ്കരിക്കുന്നത് കുറവാണില്ല, മുഴുവനായിക്കളാറിന്. വണ്ടിയാകെ വരുന്നുണ്ട്. പ്രാർത്ഥന വേണ്ടിക്കോട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞു വന്ന വിഷയം ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും ഈ ഒരു ആദർശത്തെ പഠിപ്പിക്കാനും ഈ ഒരു ആദർശത്തെ ജനങ്ങളെ ഉത്ബോധനം ചെയ്യാനും വേണ്ടിയാണ് അള്ളാഹു ഭൂമിയിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് ബോധ്യപ്പെടുത്താൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ ആയത്തിൽ ഇത് നിർത്തിയിട്ടില്ല. സൂറത്തു നഹലിലൂടെയും നമുക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത് വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ. തീർച്ചയായും ഓരോ സമുദായത്തിലേക്കും ഓരോ ദൂതന്മാരെ, പ്രവാചകന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട്. എന്തിനാണ് ആ പ്രവാചകന്മാരെ നിയോഗിച്ചത്?
അനിഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് പഠിപ്പിക്കാനും വജ്തനിബുത് താഗൂത്ത്, താഗൂത്തിനെ വെടിയണം. അതായത് അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന വ്യക്തികളെയും വസ്തുക്കളെയും ഒക്കെ നിങ്ങൾ വെടിയണം എന്ന് പഠിപ്പിക്കാനും കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യം ഇങ്ങനെ വിശദീകരിച്ചു പോന്നിട്ട് ഓരോ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിവരിക്കുന്നിടത്തും ഇതേ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. എല്ലാ നബിമാരുടെ കാര്യത്തിലും നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിന്റെ 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നാം പറഞ്ഞേക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയിലേക്ക് വന്നത്? ഫഖാല യാ ഖൗം, ഏ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ആ ജനതയോട് പറഞ്ഞു, ഇഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം കേട്ടോ. മാലകും മിൻ ഇലാഹിൻ ഗൈറുഹു, അല്ലാഹു അല്ലാത്ത ഒന്നിനെയും നിങ്ങൾ ആരാധിക്കരുത്. ഒന്നിനെയും നിങ്ങൾ ഇലാഹായി, നിങ്ങൾ ആരാധ്യ വസ്തുക്കളായി സ്വീകരിക്കരുത് എന്ന് ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ് പ്രവാചകന്മാരുടെ ദൗത്യത്തെ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അഫലാ തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാണെങ്കിൽ നിങ്ങൾ തഖ്വ കാണിക്കുന്നില്ലേ? സൂക്ഷ്മത നിങ്ങൾ കൈവരിക്കുന്നില്ലേ? അല്ലാഹു ചോദിക്കണം. അവിടെ നിർത്തിയില്ല. മഹാനായ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. സൂറത്തുൽ അഅറാഫിന്റെ 65-ാമത്തെ വചനത്തിലുള്ള പഠിപ്പിച്ചത്, വഇലാ ആദിൻ അഖാഹും ഹൂദാ, ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ് സമൂഹത്തിലേക്കുള്ള പറഞ്ഞേക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? യാ ഖൗമി ഉബ്ദുല്ലാഹ്, ഏ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. മാലകും മിൻ ഇലാഹിൻ ഗൈറുഹു, അല്ലാഹുവിന് പുറമെ മറ്റൊന്നിനെയും നിങ്ങൾ ആരാധിച്ചുകൂടാ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി. അവിടെയും അല്ലാഹു പറഞ്ഞത്, അഫലാ തത്തഖൂൻ, നിങ്ങൾ തഖ്വ കാണിക്കുന്നില്ലേ? നിങ്ങൾ സൂക്ഷ്മത കൈവരിക്കുന്നില്ലേ എന്നുള്ള ചോദിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅറാഫിന്റെ 73-ലും അല്ലാഹു പഠിപ്പിച്ചത് ഇതാണ്, വഇലാ സമൂദ അഖാഹും സ്വാലിഹാ, സമൂദ് ഗോത്രത്തിലേക്ക് അല്ലാഹു സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ചു. ആ ജനതയോടും അല്ലാഹു പറഞ്ഞത് ഇതാണ്, ഇതേ വാചകമാണ്. അതേ, നിങ്ങൾ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണമെന്നും അല്ലാഹു അല്ലാത്തവരെ നിങ്ങൾ ആരാധിച്ചുകൂടാ എന്നും പഠിപ്പിക്കാൻ വേണ്ടി. എന്തിനാണ് ഈ ഒരു ആശയം ഇങ്ങനെ ആവർത്തിച്ച് പ്രവാചകന്മാർ ഈ ജനതയോട് പഠിപ്പിച്ചത്? അതിനുശേഷം കടന്നു വന്ന പ്രവാചകന്മാർക്ക് ശേഷം, അതേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ശേഷം വന്ന സ്വഹാബത്ത്, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഓരോ സ്വഹാബത്തും ഖലീഫമാർ, അവർ നിശ്ചയിക്കുന്ന ഇസ്ലാമിക രംഗത്ത്, പ്രബോധന രംഗത്ത് സജീവമായി മുന്നേറിയ സ്വഹാബത്ത് ലോകത്തിന് കൈമാറിയ ആദർശവും ഇതേ ആദർശമാണ്. ഈ ആദർശം തന്നെയാണ് ഇന്ന് നമ്മളും ജനങ്ങളോട് പറയുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു ഇത്? എന്തിനാണ് ജനസമൂഹത്തോട് ഈ ഒരു ആദർശത്തെ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഈ ഒരു ആദർശം ജനങ്ങളുടെ മനസ്സിൽ സ്വീകരിക്കുന്നതിലൂടെ മാത്രമാണ് എല്ലാ രംഗത്തും മനുഷ്യൻ സുരക്ഷിതനാവുകയുള്ളൂ. തിന്മകളിൽ നിന്ന് മനുഷ്യൻ സുരക്ഷിതത്വം ലഭിക്കണമെങ്കിൽ, സമാനമായി നാടുകളിൽ നടക്കുന്ന ആത്മീയ രംഗത്തുള്ള ചൂഷണങ്ങളിൽ നിന്ന് മനുഷ്യൻ സുരക്ഷിതനാവണമെങ്കിൽ, പരലോകത്തിൽ രക്ഷപ്പെടണമെങ്കിൽ, മനുഷ്യന്റെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സുരക്ഷിതമാകണമെങ്കിൽ, എല്ലാ രംഗങ്ങളിലും ഈ കാര്യത്തിൽ ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഈ വിഷയത്തിൽ നമുക്ക് പിഴവ് പറ്റാൻ പാടില്ല, തകരാറ് പറ്റാൻ പാടില്ല. അവിടേക്ക് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട, അറിയേണ്ട വിഷയങ്ങളാണ്. നിങ്ങൾ നോക്കൂ,
ഇന്ന് മനുഷ്യന്മാർ നിർഭയത്വം നഷ്ടപ്പെട്ടുകൊണ്ട്, അതേ പേടിയും ഭയവും മനുഷ്യന്റെ കൽവിൽ അകപ്പെട്ടുകൊണ്ട് പല കേന്ദ്രങ്ങളിലേക്കും സമാധാനത്തിന്റെ മാർഗം അന്വേഷിച്ചു പോകുന്നതിന്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുന്നിടത്ത് അല്ലാഹുവല്ലാത്ത അല്ലെങ്കിൽ അല്ലാഹുവല്ലാതെ തന്നെ സഹായിക്കാനും തന്നെ സംരക്ഷിക്കാനും തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിത്തരാനും ലോകത്തൊരുപാട് അള്ളാഹുവിന് പുറമെ ഒരുപാട് വസ്തുക്കളും വ്യക്തികളും ശക്തികളും ഉണ്ട് എന്ന് ആളുകൾ വിശ്വസിക്കുന്നതിലൂടെ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ വരെ ഈ വിഷയത്തിൽ തകരാറുകളുണ്ട്. അല്ലാഹുവല്ലാത്ത വസ്തുക്കളിലേക്കും വ്യക്തികളിലേക്കും ഒക്കെ യാത്രകൾ ചെയ്തു പോകുന്നവർ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോ കെട്ടി ഉയർത്തിയ ഖബറിന്റെ മുന്നിൽ ചെന്ന് ആശ്വാസത്തിന്റെ വഴി അന്വേഷിക്കുന്ന മുസ്ലിം നമ്മുടെ നാടുകളിൽ ഉണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലേക്കൊക്കെ മനുഷ്യന്മാർ അങ്ങനെ ഒരു മാർഗം തേടി പോകുമ്പോ നമ്മൾ മനസ്സിലാക്കണം, അത് ഇസ്ലാമികമായി യോജിച്ചതല്ലെന്നും ശരിയായ വഴി അതല്ല എന്നും പഠിപ്പിക്കുന്നതിലൂടെ സിദ്ധാവായ റബ്ബിനെ വ്യക്തമായ നിലക്ക് ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിലൂടെ അവന്റെ കൽബിൽ എന്തുണ്ടാവും? അവന്റെ കൽബിൽ ഇത്തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് മനുഷ്യൻ മാറും. അള്ളാഹുവിൽ തവക്കുലായി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാൻ എന്റെ റബ്ബ് എനിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നിടത്ത് ഒരു മനുഷ്യൻ ഉറച്ചു നിൽക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വളച്ചുകെട്ടില്ലാതെ അവന്റെ കൽബിൽ പതിയണം, മനുഷ്യന്റെ ഹൃദയത്തിൽ പതിയണം. അതുകൊണ്ട് എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനുഷ്യൻ അറിയണം, മനുഷ്യൻ പഠിക്കണം. നിർഭയത്വമുള്ളവനാകണമെങ്കിൽ, പരലോകത്തും രക്ഷപ്പെടണമെങ്കിൽ, ഇഹലോകത്ത് മനുഷ്യന്റെ ജീവിതം സുരക്ഷിതമാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ വിഷയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഗ്രന്ഥങ്ങൾ, പ്രമാണങ്ങൾ, ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ടാണ് എന്ന് പ്രത്യേകം അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഒരു വാക്കേറ്റത്തിന്റെയോ അതിരുകവിലിന്റെ കവിയലിന്റെയോ വേദിയല്ല എന്ന് ആമുഖത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് ആത്മാർത്ഥമായ നിലക്ക് മനസ്സിലാക്കുക, ലോകത്ത് പ്രവാചകന്മാർ പഠിപ്പിച്ച ഈ ഒരു ആദർശം അതിൽ നമുക്ക് പിഴവ് പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തേണ്ടതല്ലേ, മാറേണ്ടതല്ലേ? എല്ലാവിധ സംഘടനാ പക്ഷപാതിത്വങ്ങളും മാറ്റിവെച്ച് നിഷ്പക്ഷമായ മനസ്സോടുകൂടി നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ബോധ്യമാകും. നിഷ്പക്ഷമായ കൽബോടെ കാര്യങ്ങൾ നമ്മൾ വേർതിരിച്ച് പഠിക്കാൻ തീരുമാനിച്ചാൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്ന ഒട്ടനവധി വസ്തുക്കൾ നമ്മുടെ നാടുകളിലുണ്ട്, ഒട്ടനവധി വ്യക്തികൾ നമ്മുടെ നാടുകളിലുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ അതേപോലെ തന്നെ ഹദീസിന്റെ താളുകളിലൂടെ ഒക്കെ ഇസ്ലാം പഠിപ്പിച്ചത് എന്തെല്ലാം ആരാധനകളുണ്ടോ, എന്തെല്ലാം ഇബാദത്തുകളുണ്ടോ, അതെല്ലാം നിങ്ങൾ നൽകേണ്ടത് സിദ്ധാവായ റബ്ബിന് മാത്രമായിരിക്കണം. ഇത് അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ച വ്യക്തമായ ഒരു മാർഗമാണ്, അല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, ലോകത്ത് ഒരുപാട് കക്ഷികളും ഒരുപാട് ഭിന്നാഭിപ്രായക്കാരും ദീനിൽ, ഇസ്ലാമിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ സ്വീകരിച്ചു പോകുന്ന ആളുകളുണ്ട്. ഒരു മുസ്ലിം എങ്ങനെയാണ് അതിനെ സ്വീകരിക്കേണ്ടത് എന്നും കൂടി കൂട്ടത്തിൽ മനസ്സിലാക്കണം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയമാകട്ടെ, നീ അതല്ല മറ്റു ഏത് കാര്യങ്ങളാവട്ടെ, ഒരു മുസ്ലിം അതിനെ വിലയിരുത്തേണ്ടതും പഠിക്കേണ്ടതും എന്ത് മാനദണ്ഡമായി വെച്ചുകൊണ്ടാണ്? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലൂടെയും റസൂലുള്ളാഹിന്റെ ഹദീസുകളിലൂടെയും കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി ഭിന്നിക്കുക തന്നെ ചെയ്യും. യഹൂദികളും നസ്വാറാക്കളും 72 കക്ഷികളായി ഭിന്നിച്ചിരിക്കുന്നു. എന്നാൽ ഫസതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ, എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി ഭിന്നിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, കുല്ലുഹും ഫിന്നാർ, അതിലെല്ലാവരും നരകത്തിലാണ്, എല്ലാ വിഭാഗവും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു വിഭാഗം ഒഴികെ, ഒരു കക്ഷി ഒഴികെ, ഒരു കക്ഷി മാത്രമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന കക്ഷി. അന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്
സച്ചരിതരായ സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വമാ ഹിയ തിൽകൽ ഫിർഖ യാ റസൂലല്ലാഹ്, നബിയെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരു കക്ഷി ആരാണ് നബിയെ? 73 വിഭാഗത്തെ എണ്ണിയിട്ട് 72 നരകത്തിലാണെന്നും ഒന്ന് മാത്രമാണ് സ്വർഗത്തിലെന്ന് പറഞ്ഞല്ലോ. ആ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു കക്ഷി ആരാണ് നബിയെ എന്ന് പഠിപ്പിക്കുകയാണ്, ചോദിക്കുകയാണ് സ്വഹാബത്ത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരല്ല. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെയല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഭാവത്തെ മുൻനിർത്തി പഠിപ്പിക്കുകയാണ്, ഒരു സ്വഭാവത്തെ മുൻനിർത്തുകയാണ്. ഏതാണ് ആ സ്വഭാവം എന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബീ, ഞാനും എന്റെ സ്വഹാബത്തും ഇന്നത്തെ ദിവസം ഏതൊരു മാർഗത്തിലാണോ നിലകൊള്ളുന്നത് ആ മാർഗത്തിൽ മരിക്കുന്നത് വരെ നിലകൊള്ളുന്നവരാണ് സ്വർഗത്തിലേക്ക് പോകുന്ന കക്ഷി. മാ അന അലൈഹിൽ യൗം, ഇന്നത്തെ ദിവസം ഞാൻ സ്വീകരിച്ച മാർഗം അതാണ് അഹ്ലുസ് സുന്ന, അതാണ് അഹ്ലുസ് സുന്ന. വഅസ്ഹാബി, അതാണ് വൽ ജമാഅ. അതുകൊണ്ട് അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ജീവിച്ച അതേ മാർഗത്തിൽ മരിക്കുന്നതുവരെ നിലകൊള്ളുന്നവരാണ് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു കക്ഷി. അതൊരു നാട്ടിൽ ഒരാളാവാം, ഒരു നാട്ടിൽ രണ്ടാളാവാം, പല നാടുകളിലും നിന്ന് കൂടുന്ന കുറച്ച് ഒരു സംഘമായി മാറിയേക്കാം. സഹോദരങ്ങളെ, ആ കക്ഷിക്ക് പറയുന്ന അല്ലെങ്കിൽ ആ വിഭാഗത്തിന് പറയുന്ന പേരാണ് ഫിർഖത്തുൻ നാജിയ, വിജയിക്കുന്ന കക്ഷി. ആ പറഞ്ഞ മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി എന്ന് പറഞ്ഞ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസരംഗം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകും ഞാൻ നിലകൊള്ളുന്ന ഈ ആദർശം ശരിയാണോ. വേറെ ഒരു തലയും വേണ്ട, വേറെ ഒരാളുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഞാൻ സ്വീകരിച്ചിട്ടുള്ള ആദർശം അത് ഇസ്ലാം പഠിപ്പിച്ച ഈ ഒരു മാർഗത്തിൽ പെട്ടതാണോ എന്ന് നന്നായിട്ടൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മതി. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ ഈ പറഞ്ഞ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ആയത്തുകളൊക്കെ വിവരിച്ച് പണ്ഡിതന്മാർ പഠിപ്പിച്ചതെന്താ? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി എന്ന സ്വഭാവത്തിൽ തന്നെ പരിശോധിക്കാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല, ഒരു വ്യക്തിയും ഒരു വസ്തുവും ഒരു ശക്തിയുമില്ല. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. എന്തെല്ലാം ആരാധനകളുണ്ടോ, എന്തെല്ലാം ഇബാദത്തുകളുണ്ടോ, എല്ലാം അല്ലാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ലാ മഅബൂദ ബിഹഖ്ഖിൻ സിവല്ലാഹ്, അല്ലാഹ്ക്ക് സമമായി അല്ലാഹ്ക്ക് തുല്യമായി ഭൂമിയിൽ ഒന്നുമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നതിനെയാണ്, സഹോദരങ്ങളെ പ്രഖ്യാപിക്കുന്നതിനെയാണ്, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നതിനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ മനുഷ്യന് തകരാറ് പറ്റിയതെവിടെ? നിങ്ങൾ നോക്കൂ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചല്ലോ, ഒന്ന് ആരാധനകൾ എന്തൊക്കെയുണ്ടോ ആരാധനകളൊക്കെ അല്ലാഹ്ക്ക് മാത്രമാണെങ്കിൽ പ്രാർത്ഥന എന്നത് ആരാധനയല്ലേ? അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണോ ആരാധന? പ്രാർത്ഥന ആരാധനയാണ്. ആരാധനയാകുന്ന പ്രാർത്ഥന ആർക്ക് സമർപ്പിക്കണം? അല്ലാഹ്ക്ക് മാത്രമായിരിക്കണം. റബ്ബല്ലാത്തൊരു വ്യക്തിയുടെയും ഒരു വസ്തുവിന്റെയും ഒരു ശക്തിയുടെയും മുന്നിൽ അത് സമർപ്പിക്കാൻ പാടില്ല. ഇത് വ്യക്തമാണ്. പക്ഷെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് റബ്ബല്ലാത്തവരിലേക്ക് കൈനീട്ടി ചെല്ലുന്ന പല ആളുകളും നമ്മുടെ നാടുകളുണ്ട്. അറിവില്ലായ്മ കൊണ്ടാണ്. അള്ളാന്റെ ദീനിനെ പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറായാൽ സഹോദരങ്ങളെ, വിഷയത്തിൽ പരിഹാരങ്ങൾ നേടിയെടുക്കാൻ പറ്റും. പരിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ മുന്നിൽ വിവരിച്ച കാര്യമാണിത്.
അതുകൊണ്ട് ആത്മാർത്ഥമായ നിലക്ക് നമ്മൾ പരിശോധിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി അസ്തജിബ് ലക്കും, ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചോ, എന്നെ നിങ്ങൾ ആരാധിക്കണം. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ നീ അല്ലാഹുവോട് ചോദിക്കണേ. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണോ, നീ അല്ലാഹുവോട് സഹായം തേടണേ. പ്രാർത്ഥിക്കുകയാണെങ്കിൽ നീ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്ന ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. ഇനി പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയത് എന്താ? വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ. വഇദാ സഅലക ഇബാദി, എന്റെ അടിമ നബിയെ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ, അന്നീ ഫഇന്നീ ഖരീബ്, അവരോട് പറഞ്ഞു കൊടുക്കണം, ഞാൻ അവരോട് അടുത്തുള്ളവനാണെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ, അതുകൊണ്ട് ചോദിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ എന്നോട് ദുആ ചെയ്യട്ടെ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ വചനമോദി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, എല്ലാ നിലക്കും പ്രാർത്ഥനകളും ആരാധനകളും അല്ലാഹ്ക്ക് സമർപ്പിക്കുന്നവരായി മാറാൻ നാം തയ്യാറാവണം, ഒരുങ്ങണം എന്നതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മുടെ മുന്നിൽ വിശദീകരിച്ചു തന്ന മർമ്മപ്രധാനമായ വിഷയം അതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന, ഈ ആരാധന റബ്ബല്ലാത്ത ഒന്നിലേക്കും, റബ്ബല്ലാത്ത ഒരു വസ്തുവിലേക്കും നമ്മൾ നൽകിക്കൂടാ. അത് അല്ലാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, അല്ലാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. പക്ഷേ ഇവിടുന്ന് മനുഷ്യന്മാർ തെറ്റുന്നുണ്ട്, ഇവിടുന്ന് മനുഷ്യന്മാർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ സ്നേഹത്തോടെ മനസ്സ് തട്ടി സഹോദരങ്ങളെ, ഓരോ വാക്കുകളും വിമർശനത്തിന്റെ ബുദ്ധിയില്ലാതെ, സംഘടനാ പക്ഷപാതിത്വമില്ലാതെ ഈ വിഷയത്തെ നന്നായിട്ടൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ, ഇന്നിപ്പോ നമ്മുടെ നാടുകളിലൊക്കെ ഏറ്റവും ഭക്തിയോടുകൂടി കാണുന്ന നമ്മുടെ നാടുകളിലുള്ള മാനകിതാബുകളും, അതുപോലെ തന്നെ പിന്നെ വലിയ വലിയ മദ്ഹിന്റെ പേരിൽ നടക്കുന്ന ഗ്രന്ഥങ്ങൾ, ഇതിലൊക്കെ പറയുന്ന പല വരികളിലും ഇസ്ലാമിക വിരുദ്ധമായ വിളിക്കാനുള്ള പ്രചോദനങ്ങളും അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള വരികളും അതിലുണ്ട് എന്നത് വ്യക്തമാണ്, അല്ലേ? നിങ്ങൾ നോക്കൂ, പിന്നെ ബദർ ശുഹദാക്കളെ വിളിച്ചുകൊണ്ട് തേടിയാൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ? ഇല്ലേ? നിർഭയത്വം നൽകുന്ന ആദർശം അല്ലാഹുവിന്റെ ദീന് വ്യക്തമായി ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വിവരിച്ചിട്ട്, ബദർമാല ചൊല്ലുമ്പോഴും ബദർമാല പാടുമ്പോഴും മുഹയ്യത്തീമാല ചൊല്ലുമ്പോഴൊക്കെ നമ്മുടെ മനസ്സുകൾ എന്താണ്? അവിടെ ഒരു സംരക്ഷണമുണ്ട്, ഒരു രക്ഷയുണ്ട് എന്ന ചിന്തയാണ്, അല്ലേ? യമം ബിഹി ഖല്ലറളാ വമം ബിഹമ്മിൻ നഖിദാ ഖുൽനാദിയം മുസ്തൻജിദാ യാ അഹ്ല ബദർ ശുഹദാ. നിനക്ക് ആദിയുണ്ടോ, വ്യാധിയുണ്ടോ, വിഷമമുണ്ടോ, ദുഃഖമുണ്ടോ, നീ വിളിച്ചോ ബദർ ശുഹദാക്കളെ. നിനക്ക് എന്ത് പ്രശ്നങ്ങളും എന്ത് ആവലാദികളും വ്യാവലാദികളും ഉണ്ടെങ്കിൽ നീ ബദർ ശുഹദാക്കളെ വിളിച്ചോ എന്ന് പറയുമ്പോ, ഇങ്ങനെ ഒരു ആദർശം ബദരീകൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല എന്നത് സത്യമാണ്. ബദർ ശുഹദാക്കൾ ഇത് പഠിപ്പിച്ചിട്ടില്ല. അവർ ഇങ്ങനെ വിളിക്കരുത്, നിങ്ങളുടെ ആവലാദികളും നിങ്ങളുടെ പ്രശ്നങ്ങളും മാറ്റിത്തരാൻ കഴിയുന്നവൻ അല്ലാഹുവാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ബദർ തന്നെ രൂപപ്പെടുന്നത്. അല്ലാഹനെ നിങ്ങൾ ആരാധിക്കാവൂ, റബ്ബല്ലാത്ത ഒന്നിനെയും നിങ്ങൾ ആരാധിച്ചുകൂടാ എന്ന് പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ബദർ തന്നെ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാം.
അതുകൊണ്ട് സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇവിടെയൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ ഒരു വിഷയം, ഇങ്ങനെയൊക്കെ റബ്ബല്ലാത്തവരിലേക്ക് ആരാധനകളും വഴിപാടുകളും തിരിച്ചുവിടുന്ന ശൈലികൾ, രൂപങ്ങൾ നമ്മുടെ നാടുകളിൽ കാണാം. ഇതിൽ നിന്ന് മാറണം. അതൊരിക്കലും സത്യത്തിന്റെ വഴിയല്ല, ശരിയായ മാർഗമല്ല, ഖുർആൻ പഠിപ്പിച്ച ആശയമല്ല. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുന്നവൻ അല്ലാഹുവാണെന്ന് റബ്ബ് പറഞ്ഞിട്ട് റബ്ബ് പറഞ്ഞ വാചകം ഇതല്ലേ? എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകാം. എന്തുണ്ടെങ്കിലും അല്ലാഹു പരിഹാരം നൽകും. അതല്ലേ സഹോദരങ്ങളെ? നിസ്കാരം കഴിഞ്ഞിരുന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? സലാം വീട്ടി കഴിഞ്ഞാൽ ഒരു മുസ്ലിം പ്രാർത്ഥിക്കുന്നത് എന്താ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ തന്നത് തടയാനോ നീ തടഞ്ഞത് തരാനോ ഭൂമി ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല റബ്ബേ. ഇത് പറയുന്ന മുസ്ലിം ഇങ്ങനെയാണ് സഹോദരങ്ങളെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് അത് റബ്ബല്ലാത്തവരിലേക്ക് ചെന്നിട്ട് അഭയം തേടുന്നതും തന്റെ പ്രതീക്ഷകൾ അവിടെ കൊണ്ടുപോയി സമർപ്പിക്കുന്നതും എങ്ങനെ കഴിയും? ഇനി പലപ്പോഴും ഇത് പറയാറുള്ളത് എങ്ങനെ? ഇത് മദ്ഹിന്റെ പേരിലാണെന്ന്, അല്ലെങ്കിൽ ഇത് വലിയകളുടെ കറാമത്തുകളുടെ കഥകൾ പറഞ്ഞ് അതിന്റെ പേരിലാണെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇസ്ലാമിക ചരിത്രങ്ങളിൽ എല്ലാ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളും എല്ലാ പ്രവാചകന്മാരുടെ പ്രതിസന്ധികളിലൊക്കെ അവർ തേടിയതും അവർ പ്രാർത്ഥിച്ചതൊക്കെ ആരോടാ? പരിശുദ്ധ ഖുർആനിൽ നിന്ന് വ്യക്തമായി നമ്മുടെ മുന്നിൽ അല്ലാഹു വിവരിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ. ഖുർആനിൽ എങ്ങനെ ഓരോ ആയത്തുകൾ എടുത്തിങ്ങനെ വായിച്ചാൽ തന്നെ നമുക്ക് ബോധ്യമാണ്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രോഗബാധിതരായി കിടന്നപ്പോൾ അവസാനം വരെ അയ്യൂബ് നബിയുടെ പ്രാർത്ഥന അല്ലാഹുവേ എന്നതല്ലാത്ത ഒരു വിളി അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാവിൽ നിന്ന് ഉയർന്നിട്ടില്ല. പ്രിയമുള്ളവരെ, റബ്ബല്ലാത്ത ഏതെങ്കിലും മുൻഗാമികളിലേക്ക് തന്റെ രോഗം മാറിക്കിട്ടാൻ വേണ്ടി ചോദിച്ച, തന്റെ രോഗം മാറിക്കിട്ടാൻ വേണ്ടി നേർച്ച നേർന്ന, തന്റെ രോഗം മാറിക്കിട്ടാൻ വേണ്ടി റബ്ബല്ലാത്തവർക്ക് വേണ്ടി ബലിയെടുത്ത എന്തെങ്കിലും ഒരു ചരിത്ര സംഭവം ഭൂമിയിൽ കാണാനാകുമോ? ഇല്ലല്ലോ പ്രിയമുള്ളവരെ. മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വായിക്കുന്നിടത്ത് കാണാം, മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യൂനുസ് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി തേടിയതും അതല്ലേ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനദ് ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല റബ്ബേ. സുബ്ഹാനക, നീ പരിശുദ്ധനാണ് അല്ലാഹ്. ഇന്നി കുൻതു മിനദ് ളാലിമീൻ. പ്രച്ചോനെ, എന്റെ അടുത്ത് അക്രമം പറ്റിയിട്ടുണ്ട്, എന്റെ അടുത്ത് തകരാറുകൾ പറ്റിയിട്ടുണ്ട് റബ്ബേ എന്ന് മഹാനായ പ്രവാചകൻ പ്രാർത്ഥിച്ച ചരിത്രം ഖുർആനിലില്ലേ? ഈ പ്രാർത്ഥന എടുത്തുകൊണ്ട് റസൂൽ എന്ന് പറഞ്ഞ വാക്കെന്താ? ഈ പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ, ഒരു മുസീബത്ത് നിങ്ങളെ ബാധിച്ചാൽ, ഒരു പരീക്ഷണം നിങ്ങളെ പിടിപെട്ടാൽ, നിങ്ങൾ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയെ നിങ്ങൾ ആയുധമായി സ്വീകരിച്ചോ, ആയുധമായി നിങ്ങൾ സ്വീകരിച്ചോ എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ഇല്ലേ? എവിടെ നിന്നിങ്ങനെ പോകുന്നു സഹോദരങ്ങളെ? ഓരോ പ്രവാചകന്മാരും ഓരോ നബിമാരും, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഒരു സന്താനത്തിന് വേണ്ടി അദ്ദേഹം തേടിയതെന്ന്. എങ്ങനെ തേടിയത്? റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. ഖുർആനിൽ ഇനിയും കാണാം, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കളില്ലാത്തതിന്റെ പേരിൽ മനസ്സ് വിഷമിച്ച സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവിക്ക് അല്ലാഹു ഭക്ഷണം ഇറക്കി കൊടുത്ത രംഗം ആ കറാമത്ത് കണ്ണുകൊണ്ട് കണ്ട അന്ന് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം
റബ്ബിലേക്ക് കൈകൾ ഉയർത്തുന്നു. കറാമത്ത് അള്ളാഹു കറാമത്ത് മറിയം ബീവിയുടെ മുന്നിൽ ഭക്ഷണം കണ്ടപ്പോ സക്കരിയ ചോദിച്ചു, അന്നാലക്കി ഹാദാ, മറിയമേ എവിടുന്നാ കിട്ടിയത്? മറിയം അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവി പറഞ്ഞ വാക്കിയതായിരുന്നു, ഇത് എന്റെ റബ്ബ് എനിക്ക് നൽകിയതാണ്, അള്ളാന്റെ അടുക്കൽ നിന്നാണ്. ഈ വാചകം കേട്ട ഉടനെ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം കറാമത്ത് പ്രകടമായ കറാമത്ത് ലഭിച്ച മറിയമിലേക്ക് കൈകൾ നീട്ടിയില്ല. ആ ബീവിയിലേക്കല്ല കരങ്ങൾ നീട്ടിയത്, കൈകൾ ഉയർത്തിയത് റബ്ബിലേക്കാണ്. പരിശുദ്ധ ഖുർആനിൽ ആ രംഗം നമുക്ക് കാണാം. സൂറത്തു മറിയമിന്റെ 1-ാമത്തെ ആയത്ത് മുതൽ തന്നെ എടുത്തു വായിച്ചോ. എന്താ പറഞ്ഞത്? കാഫ് ഹാ യാ ഐൻ സാദ് ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവോട് പറയാണ്, റബ്ബേ എന്റെ മുടിയൊക്കെ നിരയാൽ ബാധിച്ചിരിക്കുന്നു നാഥാ, എന്റെ താടി രോമവും എന്റെ മുടിയും നിരയാൽ വെട്ടിത്തിളങ്ങുന്ന മുടികളായി രോമമായി മാറിയിട്ടുണ്ട് റബ്ബേ. എന്നാലും എന്റെ നാഥാ, എന്റെ പ്രതീക്ഷ കൈവിടാതെ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല റബ്ബേ, എനിക്കൊരു സന്താനത്തിന് വേണം. വാർദ്ധക്യത്തിന്റെ സമയത്തും സക്കരിയ നബിയുടെ തേട്ടം ഇതാണ്, എന്റെ ഭാര്യ മച്ചിയാണ്, നല്ല കാലത്ത് അവൾ പ്രസവിച്ചിട്ടില്ല റബ്ബേ, എന്നാലും നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ വജഅൽഹു റബ്ബി റളിയാ. എന്റെ ഈ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വാരിസിനെ നീ എനിക്ക് നൽകണേ അല്ലാഹ്, ഒരു സന്താനത്തിന് നീ എനിക്ക് നൽകണം പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സന്തോഷ വാർത്ത കിട്ടിയില്ലേ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലേ? ഖുർആനിൽ നമുക്ക് കാണാം. നോക്കി നിങ്ങൾ, ആ പ്രായം 100 വയസ്സ് തികയുമ്പോഴും സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കലെങ്കിലും മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് തേടിയ ഒരു വരി, ഒരു പദപ്രയോഗം ഖുർആനിലോ ഹദീസുകളിലോ കാണാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? അല്ലാഹുവല്ലാത്ത മറ്റൊരാളിൽ നിന്നും ഒന്നും നേടാൻ സാധ്യമല്ല എന്നതിനുള്ള തെളിവ് അതുതന്നെ ധാരാളമാണ്. ഇങ്ങനെ ചോദിച്ചാൽ അത് കുറ്റമാണെന്നും അത് പാപമാണെന്നും എന്നതിനുള്ള തെളിവും അതുതന്നെ ധാരാളമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ ഘട്ടങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരേണ്ട പ്രാർത്ഥനയുടെ ശൈലി, അതിന്റെ സ്വഭാവം ഇതാവണം എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായ നിലക്ക് നമ്മുടെ മുന്നിൽ വിവരിച്ചു തരുന്നുണ്ട്, നമ്മുടെ മുന്നിൽ വിശദീകരിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് അരുതേ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ നാടുകളിൽ, ഇസ്ലാമിൽ നോക്കൂ നിങ്ങൾ, മദ്ഹുണ്ടോ ഇസ്ലാമില്? ഒരാളെ പേരിൽ മദ്ഹ് ചൊല്ലാൻ പറ്റുമെന്ന് വെച്ചാൽ യാതൊരു സംശയവും വേണ്ട, മദ്ഹാണ് ചൊല്ലേണ്ടത്, മദ്ഹാണ് വേണ്ടത്, മദ്ഹാണ് നമ്മൾ ചൊല്ലേണ്ടത്. മദ്ഹല്ലാത്ത കാര്യങ്ങൾ ചൊല്ലാതിരിക്കാനാണ് ഖൈറ്, പറയാതിരിക്കാനാണ് ഖൈറ്. പക്ഷെ മദ്ഹുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിര് കവിയാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മള് അല്ലാഹു അല്ലാത്ത അമ്പിയ ഔലിയാക്കന്മാരോട്, മുൻകഴിഞ്ഞ പ്രവാചകന്മാരോടൊന്നും ആരാധിക്കരുതെന്നും വിളിച്ചു തേടരുതെന്നും പറയുമ്പോ പല ആളുകളുടെയും മനസ്സിലൊരു തെറ്റായ ധാരണയാണ്, ഇവർ ഔലിയാക്കന്മാരെ കുറ്റം പറയാണ്, അമ്പിയാക്കന്മാരെ പരിഹസിക്കാണ്, ഔലിയാക്കന്മാരും കറാമത്തൊന്നും ഇല്ല എന്നാണ് ഇവരുടെ വാദം എന്നൊക്കെ തെറ്റിദ്ധരിച്ചു പോകുന്ന മനുഷ്യരുണ്ട്. ഉണ്ടെങ്കിൽ അത് തിരുത്തണം എന്നാ പറയുന്നത്. ഇസ്ലാമിൽ വലിയുണ്ട്, ഇസ്ലാമിൽ കറാമത്തുണ്ട്, ഇസ്ലാമിൽ ഔലിയാക്കന്മാരുണ്ട്, ഇസ്ലാമിൽ മദ്ഹുണ്ട്. ഇതൊന്നും ഇല്ലാന്നല്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, വലിയ ആല ഇസ്ലാമിലെ ഔലിയ ആല, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അറിയണം ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളെന്ന്. ആരാണ് റബ്ബിന്റെ ഔലിയാക്കൾ? ആരാണ്? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ.
ലാ ഖൗഫുൻ അലൈഹിം, അവർ ഒന്നിനെയും ഭയപ്പെടാത്തവരാണ്. വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കാത്തവരാണ്. ഒന്നിനെയും പേടിക്കാത്ത, ദുഃഖിക്കാത്ത, അല്ലാഹുവിൽ ഭരമേൽപ്പിച്ച് ജീവിക്കുന്നവർ. ഖുർആൻ പഠിപ്പിക്കുകയാണ് വല്ലദീന ആമനൂ, അവർ വിശ്വാസികളായിരിക്കും. വകാനൂ യത്തഖൂൻ, അവർ തഖ്വയോടുകൂടി ജീവിക്കുന്നവരായിരിക്കും. ഇതാണ് അല്ലാഹുവിന്റെ വലിയാക്കള്. ഇതാണ് ഇസ്ലാമിലെ വലിയ. സൂറത്തുൽ അൻഫാലിന്റെ 2-ാമത്തെ വചനം 8-ാമത്തെ അധ്യായം, അതിന്റെ 2-ാമത്തെ വചനത്തിലും ഉള്ള ക്വാളിറ്റികൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ പറയപ്പെട്ട ഔലിയാക്കൾ ഇസ്ലാമിക ചരിത്രത്തിൽ പറഞ്ഞ വലിയകൾ നമുക്ക് കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഔലിയാണ്. അതിനാരാ നിഷേധിക്കുന്നത്? ഇല്ലല്ലോ. ഔലിയാക്കളുടെ നേതാവെന്ന് അറിയപ്പെടുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ശ്രദ്ധേയനായ വ്യക്തിത്വം, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ്, അല്ലേ, മഹാന്മാരായ മുൻകഴിഞ്ഞ സ്വഹാബത്ത്, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പറഞ്ഞ ഔലിയാക്കളുടെ നിര നമുക്ക് കാണാൻ പറ്റും. ഇതൊന്നും നിഷേധിക്കാനോ ഇതൊന്നും പരിഹസിച്ച് തള്ളാനോ പാടില്ല എന്നത് വ്യക്തമാണ്. പക്ഷേ എവിടെയെങ്കിലും തന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, അല്ലാഹു അല്ലാത്ത ഔലിയാക്കന്മാരോട് തേടിയ ഒരു ചരിത്രം സ്വഹാബത്തിന്റെ ജീവിതത്തിലുണ്ടോ? പ്രവാചകന്മാരോട് തേടിയ ഒരു വരി സ്വഹാബത്തിന്റെ ജീവിതത്തിലുണ്ടോ? അവിടെയാണ് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, സഹോദരങ്ങളെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വഫാത്തായതിനു ശേഷമോ ഏതെങ്കിലും സ്വഹാബത്ത് പോയിട്ട് തന്റെ പ്രശ്നങ്ങൾ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മുന്നിലോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോഴോ തന്റെ സങ്കടങ്ങൾ പറഞ്ഞ് റസൂലിനോട് പ്രാർത്ഥിച്ച് ചൊല്ലി അല്ലെങ്കിൽ പ്രാർത്ഥന നടത്തിയ ഒരു വരി ഖുർആനിലോ ഹദീസിലോ ഉണ്ടോ? ഇല്ലല്ലോ. പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം ജീവിതത്തിൽ അപകടം നിറഞ്ഞതാണെന്ന് തിരിച്ചറിയണം. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം എന്താ? ഇത് ഞാൻ ആരോടുള്ള ദേഷ്യം കൊണ്ട് പറയല്ല. പച്ചയായി മൈക്ക് കെട്ടിയിട്ട് ഇസ്ലാമിന്റെ വേഷവിധാനം സ്വീകരിച്ച് മൈക്ക് കെട്ടിയിട്ട് ഈ സമുദായത്തിന്റെ മുന്നിൽ പറയുന്ന വരികൾ എത്ര അപകടം നിറഞ്ഞതാണെന്നറിയുമോ? എത്ര അപകടം നിറഞ്ഞതാ. നിങ്ങളൊന്ന് ചിന്തിക്കുക. ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾ CM-ന്റെ അടുത്ത് പോയാൽ മതി. CM നിങ്ങളെ പ്രശ്നങ്ങൾ മാറ്റിത്തരുമെന്ന് പച്ചയ്ക്ക് വഴന്നു പറയുന്ന ആളുകളില്ലേ? ഇത് ഇസ്ലാമിക വിരുദ്ധല്ലേ? ഇത് ദീനിനോട് യോജിച്ചതല്ലാന്ന് ജനങ്ങളോട് പറയണ്ടേ? ഇത് ഇസ്ലാമിനോട് യോജിച്ചതല്ലെന്ന് ഈ സമുദായത്തെ ബോധ്യപ്പെടുത്തണ്ടേ? ഇത് പറഞ്ഞാൽ ഓ പുത്തന്മാതിയാണ്, ഇത് പറഞ്ഞാൽ ഓ കുറ്റക്കാരനാണ്, ഓ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരാണ്. ഇത് വിശ്വസിച്ചുകൊണ്ട് ഒരു സമുദായം ജീവിച്ചാൽ അവർ നരകത്തിലേക്ക് മുഖം കുത്തുമെന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടില്ലേ? ഇല്ലേ പ്രിയമുള്ളവരെ? ഇസ്ലാമിക ചരിത്രത്തിൽ മുൻകഴിഞ്ഞ വലിയകളെന്നറിയപ്പെടുന്ന ഔലിയാക്കളെന്നറിയപ്പെടുന്ന മുൻഗാമികളുടെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോ അവരുടെ നാവിൽ നിന്നൊരു പരാമർശം, ഇങ്ങനെ ഒരു പരാമർശം വന്നതുണ്ടോ? ചരിത്രത്തിൽ കാണാൻ കഴിയോ? എന്തിനധികം ഖുർആൻ പറഞ്ഞു, ഉപരിലോകത്തിരുന്നു കൊണ്ട് ഭൂമിയിലേക്കുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹയാണെന്ന് പറയുമ്പോ നമ്മുടെ നാടുകളിൽ തദ്ബീർ, മുദബ്ബിറുൽ ആലം, അതും CM ഒരാണെന്ന് പറയുന്നില്ലേ? ഔലിയാക്കളാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്ന് പഠിപ്പിക്കുന്നില്ലേ? ഇത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ വിരുദ്ധമല്ലേ സഹോദര? ഇത് ദീനിന്റെ ആദർശത്തിന് യോജിക്കാത്തതല്ലേ? ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് എതിരല്ലേ? ഇത് പഠിപ്പിക്കണ്ടേ? അതുകൊണ്ട് അരുത് ജനങ്ങളെ, അരുത്. അത്തരം വിശ്വാസങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകരുത്. എല്ലാ നിലക്കും ചിന്തിക്കണം. ഇതാ ഈ വേദിയിൽ നിന്നൊരിക്കലും നിങ്ങൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ആരും വാദിക്കുന്നില്ല, ആരും അവകാശപ്പെടുന്നില്ല. പക്ഷെ ഈ പറയുന്ന വിശ്വാസം സ്വീകരിച്ചു പോയാൽ
ഖുർആനിന് വിരുദ്ധമായ, ഹദീസിന് വിരുദ്ധമായ ഈ വിശ്വാസം സ്വീകരിച്ചു പോയാൽ നരകമാണ് മുസ്ലിമേ, നരകമാണ് റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് വൈകി പോകരുത്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിലൂടെ മാനവ സമുദായത്തിനോടുള്ള പഠിപ്പിച്ചതാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഈ പറയുന്നതൊക്കെ എന്തിന്റെ പേരില? എല്ലാം മദ്ഹിന്റെയും കറാമത്തിന്റെയും അതേപോലെ തന്നെ ഔലിയാക്കളോടുള്ള ബഹുമാനത്തിന്റെയും ഒക്കെ പേരിലാണ്. ഇസ്ലാമിലെ മദ്ഹുണ്ട്, കറാമത്തുണ്ട്, ഔലിയാക്കളുണ്ട്. അതൊന്നും ഒരിക്കലും അതിരുകവിഞ്ഞു പോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്ന് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് കുട്ടികൾ പാട്ട് പാടിയ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോ ആ മക്കള് ദഫ് മുട്ടിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ അതാ കണ്ട ഒരു ചരിത്രം. പാട്ട് പാടുകയാണ് അവർ. എന്തേ പാടിയത്? വഫീനാ നബിയുൻ യഗ്ലമു മാ ഫീ ഗാദി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബിയുണ്ട്. ആ നബി നാളത്തെ കാര്യങ്ങൾ അറിയുന്ന റസൂലാണ്, നാളത്തെ കാര്യം അറിയുന്ന നബിയാണ് എന്ന് കേട്ട ഉടനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്താ? നിങ്ങൾ നിർത്തിക്കോ, ഇങ്ങനെ നിങ്ങൾ മദ്ഹ് ചൊല്ലണ്ട, ഇത്തരത്തിലുള്ള മദ്ഹുകൾ നിങ്ങളുടെ നാവുകളിൽ നിന്ന് വരരുത് എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടില്ലേ? നോക്കൂ, നിങ്ങൾ റസൂലുള്ള പറഞ്ഞ വാചകം എന്താണ്? ലാ തുതുറൂനി കമാ അത്റത്തിൻ നസാറ. ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നസ്വാറാക്കളായ ആളുകൾ പാടി പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പാടി പുകഴ്ത്തണ്ട. സഹോദരങ്ങളെ, അങ്ങനെ നിങ്ങൾ പുകഴ്ത്തരുത്. ആ പുകഴ്ത്തലിന് അതിരുണ്ട്. അവർ പുകഴ്ത്തി 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 ഈസാ നബി ദൈവത്തിന്റെ പുത്രനാണെന്ന് വാദിക്കുമ്പോ അത്തരം അതിര് കവിയുന്ന മദ്ഹുകൾ നിങ്ങൾ ചൊല്ലരുതെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ നാടുകളിൽ മദ്ഹിന്റെ പേരിൽ വന്ന അതിര് കവിയലുകൾ എവിടെയാണ്? ഞാൻ ഈ പറഞ്ഞല്ലോ, CM മടവൂരിന്റെ വിഷയത്തിൽ എത്രത്തോളാ പറഞ്ഞത്? അനല്ലാ, അല്ലെങ്കിൽ ഞാനാണ് അല്ലാ എന്ന് CM പറഞ്ഞിരിക്കുന്നു എന്നാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം വേറെ. പക്ഷെ എന്ത് മൈക്ക് കെട്ടി പ്രസംഗിക്കണം അങ്ങനെ, ഇന്ന് മൈക്ക് കെട്ടി പറയണത് അങ്ങനെ, ഞാനാണ് അല്ലാ എന്ന് അദ്ദേഹം പറഞ്ഞു. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഇതൊരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് വരാൻ പാടുള്ള വാക്കാണോ? ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ സ്വീകരിച്ചൊരു മുസ്ലിമിന്റെ പ്രഖ്യാപനമായി മാറേണ്ടതാണോ? എന്നിട്ട് ജീവിതത്തിൽ അത്തരത്തിലുള്ള മാർഗങ്ങളിലേക്ക് ആളുകളെ സ്വീകരിക്കുമ്പോ നരകമുണ്ട് എന്ന ബോധം നമ്മുടെ കൽബിൽ എപ്പോഴും വേണം. നമ്മുടെ അമലുകൾ സംരക്ഷിക്കപ്പെടണം. റഹ്മാനായ റബ്ബ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തി തരുന്ന പല പല വചനങ്ങൾ സഹോദരങ്ങളെ ഒന്നിനു പുറകെ ഒന്നായി ഓർമ്മപ്പെടുത്തുകയാണ്. നോട്ട് ചെയ്തോളൂ സഹോദരങ്ങളെ. റഹ്മാനായ റബ്ബ് മനുഷ്യനോട് പഠിപ്പിച്ചതെന്താ? ഇത്തരത്തിലുള്ള ആശയങ്ങളെയും ചിന്തകളെയും ഒക്കെ വെടിയണമെന്നാണ്. ഞാൻ ആയത്തുകളിലേക്ക് വരുന്നതിന് മുമ്പ് മദ്ഹുകളുടെ പേരിൽ നിന്ന് ചൊല്ലുന്നതും പാടുന്നതുമായ ചില വരികളില്ലേ? നോക്കൂ നിങ്ങൾ, കണ്ണേ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ റഹിമഹുല്ലയുടെ പേരിൽ ചൊല്ലുന്ന മദ്ഹുകളാണ് ഇത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ പരിശുദ്ധ ഖുർആനോ അനുവദിച്ച മദ്ഹല്ല. കാരണം ഇത് അല്ലാഹുവിന്റെ സിഫത്തിൽ പങ്കു ചേർക്കുന്ന വരിയാണ്. ഇത് അല്ലാഹുവിന്റെ സിഫത്തിൽ പങ്കു ചേർക്കുന്ന വരിയാണ്. ഖൽബിലുള്ളത് അറിയാൻ കഴിയുന്നവൻ ആരാ മുസ്ലിമേ? വയഅലമു ഖായിനത്തൽ ലഗ്യുൻ വമാ തുഖ്ഫിസ് സുദൂർ. അതെ, മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവൻ, നിങ്ങളുടെ കൽബിന്റെ ഉള്ളിലുള്ളത് അറിയുന്നവൻ, നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ നോക്കുന്ന കട്ടുനോട്ടങ്ങളെ അറിയുന്നവൻ അവൻ അല്ലാഹയാണെന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുമ്പോ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹ് മാത്രമാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ
നമ്മുടെ നാടുകളിൽ ഈ മദ്ഹിന്റെ പേരിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഇത് ദീനല്ല എന്ന് തിരിച്ചറിയണം, അറിയണം. സഹോദരങ്ങളെ, ഇത് പറഞ്ഞാൽ മൊയ്തീൻ ഷെയ്ഖിനെതിരാണെന്ന് വിശ്വസിക്കാം, ഒരിക്കലുമില്ല. പലപ്പോഴും മൊയ്തീൻ ഷെയ്ഖിന്റെ കിതാബ് നമ്മുടെ നാടുകളിലൊക്കെ ഷെയ്ഖിന്റെ കിതാബ് പഠിച്ചത് ഏതാന്ന് ചോദിച്ചാൽ മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിലുള്ള ഗ്രന്ഥം ഒറിജിനൽ കിതാബുണ്ട്. പക്ഷെ ഷെയ്ഖിന്റെ പേരിൽ രചിച്ചിട്ടുള്ള പിന്നെ 2 ഗ്രന്ഥങ്ങൾ, അത് ഡ്യൂപ്ലിക്കേറ്റ് ആയ 2 ഗ്രന്ഥങ്ങളെ പരിചയമുള്ളൂ. ഒന്ന് കുത്തുബിയത്തും മൊയ്തീമാല, അല്ലേ? മഹാനായ മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ പഠിപ്പിച്ച ഗ്രന്ഥങ്ങൾ ഫതുഹുൽ ഗൈബ്, ഫത്ഹുർ റബ്ബാനി, ഹുന്നിയത്തുൽ ത്വാലിബീൻ, ഈ ഗ്രന്ഥങ്ങളൊക്കെ ഷെയ്ഖിന്റെ കിതാബുകളാണ്. ഇതിൽ ഫത്ഹുർ റബ്ബാനി ഒക്കെ ഒന്ന് തുറന്നു വെച്ച് വായിച്ചാൽ ഇത്തരത്തിലുള്ള മദ്ഹിന്റെ പേരിലൊന്നും ഇങ്ങനെ ചില വാക്കുകളൊന്നും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ പ്രകടമാകൂല. ആ ഷെയ്ഖിന്റെ പേരിൽ തന്നെ ചൊല്ലുന്ന വാക്കാണിത്, അല്ലേ? കുപ്പി കാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. നിങ്ങളുടെ മുട്ടായി ഭരണിയിൽ മുട്ടായി വെച്ചതുപോലെ, കുപ്പിക്കകത്തുള്ള വസ്തു പുറത്തേക്ക് കാണുന്നത് പോലെ നിങ്ങളുടെ കൽബിന്റെ ഉള്ളിലുള്ളത് ഞാൻ അറിയും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, വിഷമിക്കണ്ട എന്നാൽ എന്നെ പീഡിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. അല്ലെ, കുറച്ച് ഓവറായ ശൈലിയിലുള്ള വരികളാണ്. തിരിച്ചറിയാൻ പറ്റിയാൽ മതി, കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എല്ലാ നിലക്കും എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട, ഓർക്ക് ഞാൻ കാവലുണ്ടെന്ന്. എന്ത് ചെയ്താലും കാവൽ ഷെയ്ഖുണ്ട് എന്ന് വിശ്വസിക്കുന്നിടത്തേക്ക് മാലക്കിതാബ് കൊണ്ടുപോയി എത്തിക്കുമ്പോ നരകത്തിൽ എന്റെ മുരീദാരുമില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. നരകത്തെ കാക്കുന്ന മലക്ക് പറഞ്ഞിരിക്കുന്നു, നരകത്തിൽ എന്റെ മുരീദുകൾ ആരും പ്രവേശിക്കില്ല, അതുകൊണ്ട് പേടിക്കണ്ട, അതുകൊണ്ട് എന്ത് ചെയ്താലും ഒരു പേടിക്കേണ്ട ഷെയ്ഖുണ്ട് എന്ന വിശ്വാസത്തിലേക്ക് കൊണ്ടുപോയി ആ ഷെയ്ഖിനോട് കാര്യങ്ങൾ ചോദിക്കുന്നിടത്തേക്ക് പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും ഇത്തരത്തിലുള്ള മദ്ഹിന്റെ പേര് പറഞ്ഞ് ഈ പറയപ്പെട്ട വലിയകളിലേക്ക്, ഔലിയാക്കന്മാരിലേക്ക്, തങ്ങന്മാരിലേക്ക്, ബീവിമാരിലേക്ക് ആരാധനകൾ തിരിച്ചുവിടുന്ന രംഗം ഇസ്ലാമിക ചരിത്രങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് മുസ്ലിമിനെ രക്ഷപ്പെടുത്താൻ അതിനു വേണ്ടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ടുള്ള ക്യാമ്പയിൻ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകന്മാർ നിർവഹിക്കുന്നത്. ഈ പറയുമ്പോ ആരോടെങ്കിലുള്ള ദേഷ്യാണ്, അതെ ഏതെങ്കിലും സംഘടനകൾ അടിച്ചമർത്തലാണ് എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ തിരുത്തണം സഹോദര. ഈ ഒരു വചനം, ഈ പറയുന്ന വരികളൊന്നും ദീനിനോട് യോജിച്ചതല്ലെന്നും ഇസ്ലാമിനോട് യോജിച്ചതല്ലെന്നും മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയും വലിയ ചിന്തയൊന്നും ആവശ്യമില്ല. നമ്മൾ ഖുർആനിലേക്ക് മടങ്ങിയാൽ മതി. അതെ, നിങ്ങൾ നോക്കൂ, ഷറഫ് അൽ-അനാമിന്റെ കിതാബ്, മങ്കൂസ് മൗലൂദിന്റെ കിതാബ് ഒക്കെ തുറന്നു വെച്ച് എത്ര ഭക്തിയിലാണ് ഉമ്മത്ത് പാടുന്നത്, എത്ര ഭക്തിയിലാണ്. നിങ്ങൾ നോക്ക്, എത്ര ഗൗരവമുള്ള വാക്ക, എത്ര ഗൗരവമുള്ള വാക്ക. അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ظني യാ ബശീറു യാ നദീറു. ഒന്നാമത്തെ വരിയിൽ തന്നെ പഠിച്ചു, അബ്ദുക്കൽ മിസ്കീൻ, നബിയെ അങ്ങയുടെ പാവപ്പെട്ട അടിമയിതാ വന്നിരിക്കുന്നു. നമ്മൾ റസൂലുള്ളാഹിന്റെ അടിമയാണോ? നമ്മൾ അബ്ദുള്ളയല്ലേ പ്രിയമുള്ളവരെ? എന്നിട്ട് പറഞ്ഞു പോകാൻ എന്താ? ഫഅഹ്സിനി വഅജ്രിനി യാ മുജീറു മിനസ് സഗീർ. കൈപിടിക്കണേ നബിയെ, അവലംബമാകണേ നബിയെ. യാ മുജീറു മിനസ് സഗീർ, നരകത്തിൽ നിന്ന് ജനങ്ങളെ കാക്കുന്ന റസൂലേ. സഈർ എന്ന പേരുള്ള നരകത്തിൽ നിന്ന് ജനങ്ങളെ കാക്കുന്ന നബിയെ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുമ്പോ ഇത് ദീനിന് വിരുദ്ധമല്ലേ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവൻ ആരാ? സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിക്ക് എന്തിഷ്ടമായിരുന്നു പുന്നാരമകൾ ഫാത്തിമ ബീവിയെ, എന്ത് സ്നേഹമായിരുന്നു ഹബീബിന്. ആ ഫാത്തിമ ബീവിയോട് വഫാത്തിന്റെ നേരത്ത് പോലും റസൂലുള്ളാഹ് പറഞ്ഞ വാചകം എന്താ? ഫാത്തിമ ബീവിയോട്
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫാത്തിമാനെ കാണുമ്പോൾ റസൂൽ വിളിക്കാറുള്ളത് തന്നെ യാ ഫാത്തിമത്ത് ഖിത്അതു ഖൽബി, കരളിന്റെ കഷ്ണമായ മോളെ ഫാത്തിമ, മർഹബൻ ബിബിനതി, കേറി വാ മോളെ, അടുത്തേക്ക് വാ മോളെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലീനി മിമ്മാലി, മോളെ നിനക്ക് ധനത്തിൽ നിന്ന് വാപ്പാന്റെ സമ്പത്തിൽ നിന്ന് വല്ലതും വേണോ മോള് ചോദിച്ചോ, മോക്ക് തരാം. പക്ഷേ അൻഖിദീ നഫ്സകി മിനന്നാർ, നിന്റെ തടി നരകത്തിൽ നിന്ന് നീ തന്നെ കാക്കണേ മോളെ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വാപ്പാക്ക് കഴിയില്ല എന്ന് പുന്നാര മകളോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റസൂലിനോട് മങ്കൂസ് മൗലൂദുകാരൻ പറയാണ്, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നബിയെ ഞങ്ങളെ കാക്കണേ റസൂലേ എന്ന് ആ വരികളിലൂടെ പഠിപ്പിക്കുമ്പോ നമ്മൾ ഖുർആൻ സ്വീകരിക്കണോ, ഹദീസ് സ്വീകരിക്കണോ, അതല്ല ഈ പറഞ്ഞ മാല കിതാബ് സ്വീകരിക്കണോ? ഒരു മുസ്ലിം ചിന്തിച്ചാ മതി, ഒരു മുസ്ലിമിന്റെ കൽബിലുണ്ടായാ മതി. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനെ ഓരോ രംഗങ്ങളും ഖുർആനിന്റെ ഹദീസിന്റെ വിരുദ്ധമായ വരികളും ശൈലികളൊക്കെ നമ്മുടെ നാടുകളിൽ ഉണ്ടാകുമ്പോ ഇതിൽ നിന്ന് മാറി ചിന്തിച്ചിട്ടില്ലെങ്കിൽ പരലോകം നഷ്ടത്തിലാണ്. ഇങ്ങനെ മദ്ഹിന്റെയും ആഹ്ലാദത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു ഭാഗത്ത് കബറുകൾ കെട്ടിപ്പൊക്കുന്നതെന്തിനാ? അതിന്റെ പിന്നാലെ പണപ്പിരിവാണ്, അതിന്റെ പിന്നാലെ സമ്പത്താണ് ലക്ഷ്യം. പക്ഷേ മുസൽമാന്റെ വിശ്വാസത്തിനെയാണ് പരിക്ക് പറ്റുന്നത്. പ്രധാനമായും വിശ്വാസത്തിന് പരിക്ക് പറ്റുന്നു. നരകം മുന്നിൽ കാണുന്ന രംഗമുണ്ടാകുന്നു. അതിൽ പോകാതിരിക്കാനും പെടാതിരിക്കാനും അതുകൊണ്ട് എല്ലാ ഘട്ടങ്ങളിലും ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ നിന്ന് വരേണ്ട ആരാധനകൾ, പ്രാർത്ഥനകൾ അത് അല്ലാഹു മാത്രമായിരിക്കണം. അല്ലാഹു അല്ലാത്തവർ അവരെ പങ്കു ചേർത്തുകൊണ്ടുള്ള ഒരു വരി, ഒരു ശൈലി, ഒരു ആദർശം, ഒരാശയം സ്വീകരിക്കുക എന്നത് ഒരു മനുഷ്യന് യോജിച്ചതല്ല എന്ന് തിരിച്ചറിയാം. എന്തുകൊണ്ട് റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൂടാ? അത് നമ്മൾ പഠിക്കണം. പെട്ടെന്ന് പറയാം. ഒന്ന്, എല്ലാം തന്നവൻ അല്ലാഹു ആയതുകൊണ്ട്, ഈ കണ്ടതെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ റബ്ബായതുകൊണ്ട്. രണ്ടാമത്തെ വിഷയം സഹോദരങ്ങളെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും പഠിപ്പിച്ചത്, റബ്ബല്ലാത്ത ഒരാളും ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ ആരാവട്ടെ സഹോദരങ്ങളെ, ആരും പ്രാർത്ഥന കേൾക്കുകയില്ല. പ്രാർത്ഥന കേൾക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പഠിപ്പിച്ചത്, ഇൻ തദ്ഉഹും, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ. ആരോട് പ്രാർത്ഥിച്ചാൽ? റബ്ബല്ലാത്ത വ്യക്തികളോട്, വസ്തുക്കളോട്, ശക്തികളോട്, അതാരാവട്ടെ, ആരോട് തേടിയാലും ലാ യസ്മഊ ദുആഅകും, നിങ്ങളുടെ ദുആഇനെ അവർ കേൾക്കുകയില്ല. ദുആ അവർ കേൾക്കൂല. അല്ലാഹു അല്ലാത്ത ഒരാളും ദുആ കേൾക്കൂല. ഇത് ഖുർആൻ പഠിപ്പിച്ചതല്ലേ? എന്നിട്ട് അല്ലാഹു പറഞ്ഞെന്താ? വലൗ സമിഉ, ഇനി കേൾക്കുമെന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ തന്നെയും, മസ്തജാബൂ ലക്കും, ഉത്തരം നൽകാൻ അവരെ കൊണ്ട് സാധ്യമല്ല. ഉത്തരം നൽകാൻ അവർക്ക് കഴിയില്ല. എത്ര ഗൗരവ! അല്ലാഹു പഠിപ്പിക്കുന്നത് എത്ര മനോഹരമാണ്. ഒരാളും പ്രാർത്ഥന കേൾക്കൂല എന്ന് പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അവിടെ മാത്രല്ല, രണ്ടാമത്തൊരു പ്രയോഗം, മൂന്നാമത്തൊരു പ്രയോഗം നോക്കൂ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്ഖാഫിന്റെ 5-6 ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം. അവിടെ റബ്ബ് പറഞ്ഞത്, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. വമൻ അദല്ലു, വഴിപിഴച്ചവൻ ആരുണ്ട്? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാൻ കഴിയാത്തവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ വഴി പിഴച്ചവൻ വേറെ ആരുണ്ട്? ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാൻ കഴിയാത്തവർ ആരാ? ആരാ സഹോദരങ്ങളെ? ഈ ആയത്തിനൊന്ന് നോട്ട് ചെയ്തിട്ട്
നമ്മളൊന്ന് നമ്മുടെ നാട്ടിലെ ഉസ്താദന്മാരോട് പണ്ഡിതന്മാരോടാണല്ലോ നമ്മൾ ചോദിച്ചു പഠിക്കേണ്ടത്. അപ്പൊ ഉസ്താദന്മാർക്ക് കൊണ്ടേക്ക് ഈ ആയത്തെന്ന് ചോദിക്കും, ഉസ്താദ് എങ്ങനെ ഒരു ആയത്തുണ്ടോ? അവിടെ ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാൻ കഴിയാത്തവർ എന്ന് പറഞ്ഞിട്ടില്ലേ പടച്ചോൻ? അപ്പൊ അല്ലാത്തവരോട് തേടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തേടാൻ പറ്റൂല എന്ന് കുറച്ചൊരു ആത്മാർത്ഥത ഉസ്താദാണെങ്കിൽ പറയും. അതല്ല കുറച്ചൊക്കെ ഒന്ന് വളച്ചൊടിക്കുന്ന ശൈലിയാണെങ്കിൽ അപ്പൊ പറയുന്നൊരു ശൈലി ഒരു പക്ഷെ ഇങ്ങനെ ആയിരിക്കാം. അല്ലെ പല ആളുകളിൽ നിന്നും വരുന്നൊരു വ്യാഖ്യാനതാണ്. ഖിയാമത്ത് നാളെ വരെ ഉത്തരം ചെയ്യാൻ കഴിയാത്തവർ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം അത് വിഗ്രഹങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതാണ്, അസ്നാമികളെ കുറിച്ച് പറഞ്ഞതാണ്. അതിൽ ഔലിയാക്കളും അമ്പിയാക്കളും ഒന്നും പെടൂല എന്നൊരു വ്യാഖ്യാനം പറയുന്ന ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്, ഇല്ലേ സഹോദരങ്ങൾ? ഈ ആയത്തിൽ എവിടെ അങ്ങനെ ഒരു പരാമർശമല്ല. വിഗ്രഹങ്ങൾ മാത്രം ഉദ്ദേശിച്ചാണെന്നില്ല. അല്ലാഹുവല്ലാത്ത ഒരു ശക്തിയും ഒരു വ്യക്തിയും ഒരു വസ്തുവും പ്രാർത്ഥന കേൾക്കൂല, ഖിയാമത്ത് നാൾ വരെ കേൾക്കൂല. അതിൽ അമ്പിയാക്കൾ പെടും, ഔലിയാക്കൾ പെടും, വിഗ്രഹങ്ങൾ പെടും, ശുഹദാക്കൾ പെടും, സ്വാലിഹീങ്ങൾ പെടും, ജിന്നുകൾ പെടും, മലക്കുകൾ പെടും. ഇവരാരും ദുആ കേൾക്കൂല. ദുആ കേൾക്കുന്നവൻ അല്ലാഹ് മാത്രമാണ്. അതാണ് ഖുർആനിന്റെ ശൈലി. മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. നിർത്തിയോ പരിശുദ്ധ ഖുർആനില്ല. വഹും അവർ, നിങ്ങൾ ആരോട് പ്രാർത്ഥിച്ചുവോ അവരതാ അൻ ദുആഇഹിം ഗാഫിലൂൻ. നിങ്ങളുടെ ദുആഇനെ തൊട്ടവർ അശ്രദ്ധരാണ്. നിങ്ങൾ തേടുന്ന നിങ്ങളുടെ തേട്ടമല്ലെങ്കിൽ നിങ്ങളുടെ ദുആഇനെ തൊട്ട് അവർ അശ്രദ്ധരാണ്. എന്നിട്ട് ഖുർആൻ എന്താ പറഞ്ഞറിയോ? വഇദാ ഹുശിറന്നാസ്, ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുന്ന ഖിയാമത്ത് നാളിൽ കാനൂ ലഹും അഅദാ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. നിങ്ങൾ കാനൂ ലഹും അഅദാ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. ഖിയാമത്ത് നാളിൽ നിങ്ങൾ നടത്തിയ ആരാധനയെ അവർ നിഷേധിച്ചു കളയും. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നിങ്ങൾ നടത്തിയ പ്രാർത്ഥന, റബ്ബല്ലാത്തവരുടെ പേരിൽ നടത്തിയ ബലികർമ്മം, റബ്ബല്ലാത്തവരുടെ പേരിൽ നടത്തിയ നേർച്ച, റബ്ബല്ലാത്തവരുടെ പേരിൽ നടത്തിയ സത്യം ചെയ്യൽ, റബ്ബല്ലാത്തവരുടെ പേരിൽ നടത്തിയ എന്തൊക്കെ ആരാധനകളുണ്ടോ അതെല്ലാം നാളെ ഈ മഹാന്മാര് നിഷേധിച്ചു കളയും. നിഷേധിച്ചു കളയുമ്പോൾ റസൂലുള്ളാഹിനോട് പ്രാർത്ഥിച്ചല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ശൈലിയിൽ അങ്ങനെ തേടിയ ഒരാൾ തേടിയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവനെ നാളെ റസൂലുള്ള നിഷേധിക്കും. ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഞാൻ പഠിപ്പിച്ചിട്ടില്ല നാഥാ, എന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ അവനെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് നിന്നെ ആരാധിക്കണമെന്ന് പഠിപ്പിക്കാനാണ് ഞാൻ അവരിലേക്ക് കടന്നു ചെന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് എല്ലാ പക്ഷപാതിത്വങ്ങൾ ഒഴിവാക്കിയിട്ട് ഈ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് തകരാറുണ്ടോ, പ്രശ്നമുണ്ടോ എന്ന് നന്നായിട്ട് ചിന്തിക്കാം. ഇനി എന്താ പ്രശ്നം എന്നറിയോ? ഈ പ്രാർത്ഥന ആരാധനയ്ക്ക് പറയുമ്പോ അതിന്റെ കൂട്ടത്തിൽ വരുന്ന മറ്റൊരു സംഭവമാണെന്ത്, ഞങ്ങൾ ആരും അള്ളാഹു അല്ലാത്തവരോട് തേടുമ്പോ അല്ലെങ്കിൽ ഒരു ഖബറിന്റെ മുന്നിൽ ചെന്നിട്ട് ഖബറാളിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോ, ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ ഖബറാളിയോട് ചോദിക്കുമ്പോ ഖബറിൽ കിടക്കുന്ന വ്യക്തി ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല ഞങ്ങൾ തേടുന്നത് എന്നൊരു വ്യാഖ്യാനമാണ്, അല്ലേ? ഞങ്ങൾ സ്വമതീയത്ത് കൽപ്പിക്കുന്നില്ല, ഞങ്ങളെ ഇലാഹാണെന്ന് പഠിപ്പിച്ചുകൊണ്ടല്ല തേടുന്നത് എന്നാണ് പിന്നെ പറയുന്ന ഒരു ശൈലി. ഇലാഹാണെന്ന് വിശ്വസിക്കണമെന്നില്ല, ഇലാഹിനോട് ചെയ്യണ പണിയെടുത്താൽ മതി, ആ വസ്തു ഇലാഹായി. ഇത് ഞാൻ പറഞ്ഞല്ല. ഫത്ഹുർ റബ്ബാനി എടുത്തോ, നമുക്കൊക്കെ സുപരിചിതനായ, ലോകത്തെല്ലാ മുസ്ലിമിനും ഇന്ന് പ്രത്യേകം പരിചയമുള്ള, നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകളും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ശൈഖ് മുഹയ്യിദ്ദീൻ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ ഫത്ഹുർ റബ്ബാനിയിൽ കാണാം, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുസ്ലിമേ, നിനക്കെങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയും? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിൽ എത്രയെത്ര ഇലാഹുകളെയാണ് നീ വെച്ച് നടക്കുന്നത്? എത്രയെത്ര ആരാധ്യ വസ്തുക്കളാണ് നിന്റെ ഹൃദയത്തിലുള്ളത്? എത്രയെത്ര ഇലാഹുകളാണ്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? നീ ഏതെങ്കിലും റബ്ബല്ലാത്ത ഏതെങ്കിലും ഒരു വസ്തുവിലേക്കോ ഏതെങ്കിലും വ്യക്തിയിലേക്കോ ശക്തിയിലേക്കോ നിന്റെ ആരാധനയോ
അല്ലെങ്കിൽ നീ വല്ലതും പ്രതീക്ഷിച്ചുകൊണ്ട് നിന്റെ എന്തെങ്കിലും ഒരു പ്രതീക്ഷയർപ്പിച്ചാൽ, നീ ആരാധന സമർപ്പിച്ചാൽ, റബ്ബല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയെ നീ അവലംബമായി സ്വീകരിച്ചാൽ തന്നെ വഹുവ ഇലാഹുക, അത് നിന്റെ ഇലാഹായി മാറി. ഇലാഹാണെന്ന് വിശ്വസിക്കണമെന്നില്ല. അത് നീ ചെയ്യുന്ന പണി തന്നെ, ഇലാഹിനോട് ചെയ്യുന്ന പ്രവർത്തനം നീ ഒരു ഖബറിന്റെ മുന്നിൽ ചെന്ന് ചെയ്താൽ തന്നെ ആ ഖബറാളി നിന്റെ ഇലാഹായി മാറി. മറ്റൊരിടത്ത് വഹുവ സ്വനമുക, അത് നിന്റെ വിഗ്രഹമായി മാറി. ഞാൻ പറഞ്ഞതല്ല, മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച ആ ആദർശമാണ്, ആശയമാണ്. അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങൾ ക്രോഡീകരിച്ച ഗ്രന്ഥമാണ് ഫത്ഹുർ റബ്ബാനി എന്ന ഗ്രന്ഥം. ആ ഫത്ഹുർ റബ്ബാനിയിലെ വരിയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇലാഹാണെന്ന് വിശ്വസിച്ചോ അല്ലാതെയോ എങ്ങനെ അല്ലാഹു അല്ലാത്തവരിലേക്ക് ഈ ആരാധന സമർപ്പിച്ചാലും ആ സമർപ്പണം ശിർക്കായി മാറും. ആ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നാളെ നരകമാണ്. ഇത് മനസ്സിലാക്കുന്ന ആളുകളായി മാറാം സഹോദരങ്ങൾ. അതുകൊണ്ട് ആത്മാർത്ഥമായി മനസ്സിലാക്കുക. സമാനമാണ് നേർച്ചകൾ. നേർച്ച സമർപ്പിക്കുക അതുപോലെ തന്നെയാണ്. ഖുർആൻ പറഞ്ഞല്ലോ, നീ നിന്റെ റബ്ബിനെ സ്മരിക്കുകയും, ഖുർആൻ പറഞ്ഞു നീ നമസ്കരിക്കുകയും, ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നമസ്കരിക്കുകയും ബലിയർക്കുകയും ചെയ്യുക. ബലി ആരുടെ പേരില? ബലി ആരുടെ പേരില? നിസ്കാരത്തിന് തക്ബീർ കെട്ടിയിട്ട് ഒരു മുസ്ലിം പ്രാരംഭ പ്രാർത്ഥന പ്രാർത്ഥിക്കണത് എന്താ പ്രാർത്ഥിക്കുക? വജ്ഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ കാന മിനൽ മുശ്രികീൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയണ വാക്കെന്താ? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എത്ര മനോഹര! ഇന്ന സ്വലാത്തി, പടച്ചോനെ എന്റെ നിസ്കാരം, വനുസുകി എന്റെ ബലികർമ്മം, വമഹ്യായ എന്റെ മരണം, അതെ എന്റെ ജീവിതം, വമമാതി എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്കുള്ളതാണ് പടച്ചോനെ എന്ന് പറയുമ്പോ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഒരു മുസ്ലിം ബദരീങ്ങളുടെ പേരിൽ അറുത്താൽ ആ അറബിന് പറയുന്ന പേരെന്താ? കൂടുതൽ വ്യാഖ്യാനമൊന്നും വേണ്ട, കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന പാകതയിൽ, നമ്മുടെ മനസ്സുകൊണ്ട് ഓർത്തെടുക്കാൻ പറ്റുന്ന പാകതയിൽ ഇത് വ്യക്തമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹ്ക്കാണ് നമ്മുടെ ബലികർമ്മം വേണ്ടത്. അത് റബ്ബല്ലാത്തവരിലേക്ക് സമർപ്പിച്ചുകൂടാ, റബ്ബല്ലാത്തവരിലേക്ക് നൽകിക്കൂടാ എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായ നിലക്ക് നമ്മുടെ മുന്നിൽ വിശദീകരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഉറച്ചു നിൽക്കാൻ ഖുർആൻ പഠിപ്പിച്ചിടത്ത് നമ്മൾ ജീവിതത്തെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പറയപ്പെട്ട രൂപത്തിലുള്ള എന്തൊക്കെ ശിർക്കിന്റെ ശൈലികൾ, കയ്യിൽ ഒരു ഐക്കല്ല് കെട്ടുന്നവർ, ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ, രോഗങ്ങൾ മാറിക്കിട്ടാൻ ഐക്കല്ല് കെട്ടുന്നവർ, ഏലസ് കെട്ടുന്നവർ, തകിട് കെട്ടുന്നവർ, അല്ലെ മന്ത്രിച്ചൂതിയ നൂല് കെട്ടുന്നവർ നമ്മുടെ നാടുകളിലില്ലേ? മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക. ആരെങ്കിലും ഐക്കല്ല് കെട്ടിയാൽ, മന്ത്രിച്ചൂതിയ നൂല് കെട്ടിയാൽ, ഫഖദ് അശ്റക, അവൻ ശിർക്കാണ് ചെയ്തത്. അവൻ ശിർക്ക് ചെയ്തവനാണ്, ശിർക്ക് ചെയ്തവനാണ്. പക്ഷെ നമ്മുടെ നാട്ടില് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഉസ്താദിന്റെ അടുത്ത് പോയി ഇരിക്കാണ്. ഉസ്താദ് ഊതിക്കെട്ടി തരുന്ന നൂലിൽ അഭയം പ്രാപിച്ചു പോവുകയാണ് നമ്മള്, അല്ലേ? ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിം നൂലിലേക്ക് തന്നെ ജീവിതത്തെ സമർപ്പിക്കുന്നു. നൂല് കെട്ടിയിഞ്ഞ് പ്രശ്നമില്ല എന്നുള്ളിടത്തേക്ക് എത്താൻ, അവിടെ നിന്ന് മാറി ചിന്തിക്കാൻ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അവിടെ ഒന്നും നമുക്ക് സഹോദരങ്ങളെ നിർഭയത്വം, സമാധാനമല്ല. സമാധാനം ലഭിക്കുന്നത് അത് ഖുർആൻ പഠിപ്പിച്ച രൂപത്തിൽ യഥാർത്ഥ തൗഹീദിന്റെ ആദർശം സ്വീകരിക്കുന്നതിലൂടെയാണ്. ശിർക്കില്ലാത്തൊരു വിശ്വാസം കെട്ടിപ്പടുക്കണം. സഹോദരങ്ങളെ, ശിർക്ക് സംഭവിച്ചാൽ എന്താ ഉണ്ടാവുക? ഖുർആൻ പറഞ്ഞല്ലോ, വലഖദ് ഊഹിയ ഇലൈക, നബിയേ നിനക്ക് നാം വഹ്യ് നൽകിയിട്ടുണ്ട്, വഇലല്ലദീന മിൻ ഖബ്ലിക,
നിനക്ക് മുമ്പുള്ളവർക്കും നാം വഹി നൽകിയിട്ടുണ്ട്. ലഇൻ അശ്റക്ത, റസൂലേ താങ്കളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ ശിർക്ക് ചെയ്തിട്ടില്ല. എന്നിട്ടും ഖുർആൻ എങ്ങനെ പ്രയോഗിച്ചത്? എന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പ്രയോഗിച്ച പദപ്രയോഗം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിലാണ് ഇങ്ങനെ ഒരു തിന്മ വരുന്നതെങ്കിൽ പോലും ലയഹ്ബതന്ന അമലുക, എല്ലാ അമലുകളും ബാത്തിലായി പോകും നബിയേ. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും റസൂലേ. നഷ്ടക്കാരുടെ കൂട്ടത്തിൽ. ആ നഷ്ടമേതാ? ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ്, ആരാണോ ശിർക്ക് ചെയ്യുന്നത്, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കുന്നതാണ്. വമഅവാഹുമുന്നാർ, നരകമാണ് അവന്റെ സങ്കേതം. വമാലിൽ ളാലിമീന മിൻ അൻസാർ, നാളെ പരലോകത്ത് അവനെ സഹായിക്കാൻ ആരും അവന്റെ കൂടെ ഉണ്ടാവുകയില്ലെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ശിർക്ക് ചെയ്തവന്റെ സ്ഥാനം നരകമാണ്, അവന് സ്വർഗം ഹറാമാക്കപ്പെടും എന്ന് ഖുർആൻ പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കുക, ശിർക്കിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുക, വിശ്വാസരംഗത്തെ തകരാറുകളില്ലാതെ മുന്നോട്ട് പോവുക. സമാനമായി രണ്ടാമത്തെ കലിമത്തിന്റെ ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ പാർട്ടാണല്ലോ, ഭാഗമാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹ്. അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് പ്രഖ്യാപിക്കുന്നവരാണ് നമ്മളൊക്കെ. ഇതിലും തകരാറില്ലാതെ മുന്നോട്ട് പോകണം, ഇതിലും പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട മുറപ്രകാരം സ്വീകരിക്കണം. എങ്കിലേ നമുക്ക് ഈ ഭൂമിയിലും നിർഭയത്വമുള്ളൂ, നാളെ പരലോകത്തും രക്ഷയുടെ വഴി നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുകയുള്ളൂ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ സ്നേഹിക്കണമെന്നതാണ്. നബിയെ പറയണം, ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലിൻ ഇക്തറഫ്തുമൂഹാ വതിജാറതൻ തഖ്ശൗന കസാദഹാ ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا എന്ന് ഖുർആൻ ഇങ്ങനെ വിവരിക്കുന്നത് കാണാം. നിങ്ങളുടെ സമ്പത്തിനേക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാൾ, നിങ്ങളുടെ കച്ചവടത്തെക്കാൾ, നഷ്ടം സംഭവിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ കച്ചവടത്തെക്കാൾ, നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങൾ കെട്ടിപ്പടുത്ത നിങ്ങളുടെ മണിമാളികകളെക്കാൾ, എല്ലാത്തിനേക്കാളും അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ സ്നേഹിക്കണമെന്നാണ്. അതെങ്ങനെ സ്നേഹിക്കണം? നബിയെ പറഞ്ഞു കൊടുക്കൂ അവരോട്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണേ, അതായത് റസൂലുള്ളാഹിനെ നിങ്ങൾ പിൻപറ്റണേ. എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റുന്നതിലൂടെയാണ് അള്ളാഹുവിന്റെ ഇഷ്ടം നിങ്ങൾക്ക് നേടാൻ സാധിക്കുക. ഇത് പരിശുദ്ധ ഖുർആനിന്റെ വാക്കാണ് അല്ലേ? എങ്ങനെയാണ് അനുസരണം? എങ്ങനെയാണ് അനുസരണം? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. അല്ലാഹുവിന്റെ റസൂൽ എന്തെന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നതെന്നോ അതിനെ നിങ്ങൾ സ്വീകരിക്കണേ. എന്തെന്ന് റസൂൽ നിങ്ങളിൽ നിന്ന് വിലക്കിയോ അതിനെ നിങ്ങൾ ഒഴിവാക്കണേ. ആ രൂപത്തിൽ റസൂലുള്ളാഹിനെ പിൻപറ്റാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു കാര്യം മതമായി നമ്മൾ കൊണ്ടുവന്നുകൂടാ, മാർഗമായി നമ്മൾ സ്വീകരിച്ചുകൂടാ. ഇസ്ലാം എന്താണ് സഹോദരങ്ങളെ? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഖുർആനിന്റെ ശൈലി അതാണ്. അവസാനം ഇറങ്ങിയ ആയത്തെന്ന് പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞ പരിശുദ്ധ ഖുർആനിലെ വചനം, ഇതാ നിങ്ങൾക്ക് ദീൻ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു, ഇനി ദീനിലേക്ക് കൂട്ടാനും കുറക്കാനുമില്ല. ഇതിവിടെ വ്യക്തമാണ്. ഈ ദീനിന്റെ ഉള്ളിലേക്ക് ഇനിയൊന്നും കൂട്ടാനുമില്ല, ഒന്നും കുറക്കാനുമില്ല. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ വ്യക്തമാണ് സഹോദരങ്ങളെ. ഖുർആൻ എന്ത് പറഞ്ഞോ, ഹദീസ് എന്ത് പറഞ്ഞോ,
സ്വഹാബത്തുൽ കിറാം റഹിമഹുല്ലാഹ്. നോക്കൂ നിങ്ങൾ, റളിയല്ലാഹു അൻഹും വറദൂൻ, അവരെന്ത് പഠിപ്പിച്ചോ ആ ആദർശത്തിൽ ഉറച്ചു നിൽക്കലാണ്. അതാണ് സ്വർഗത്തിലേക്കുള്ള, നന്മയിലേക്കുള്ള വഴി. അതാണ് റസൂല് പഠിപ്പിക്കാത്ത ഒന്ന് മതത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. നമ്മൾ പരിശോധിക്കണം. ഞാൻ നടത്തുന്ന ആരാധനകൾ, ഞാൻ നടത്തുന്ന നേർച്ചകൾ, ഞാൻ നടത്തുന്ന വഴിപാടുകൾ, ഞാൻ നിർവഹിക്കുന്ന നമസ്കാരം, ഞാൻ നിർവഹിക്കുന്ന എല്ലാം A to Z കാര്യങ്ങൾ എന്റെ റസൂല് പഠിപ്പിച്ച പോലെയാണോ? നമ്മൾ പരിശോധിക്കുക. അത് ഖുർആനും സുന്നത്തും വെച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കുക. എന്നിട്ട് ഇബാദത്ത് ചെയ്ത് നോക്കി. അതിനൊരു മാധുര്യമുണ്ട്, അതിനൊരു മധുരമുണ്ട്, അതിനൊരു ഹലാവത്തുണ്ട്. പക്ഷേ നമ്മൾ കേട്ടിങ്ങനെ പോവുകയാണ്, കേട്ടിങ്ങനെ പോവുകയാണ്. സഹാബത്ത് പഠിപ്പിക്കാത്ത ഒരു ദീനിലൊരു കാര്യം നല്ലതായി മാറണമെങ്കിൽ, പുണ്യകർമ്മമായി മാറണമെങ്കിൽ അത് റസൂലും സഹാബത്തും പഠിപ്പിച്ചതാവണല്ലോ. ഖൈറുന്നാസി ഖർനീ, ഉത്തമരായ തലമുറ എന്റെ തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനെടുത്ത തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനെടുത്ത തലമുറയാണ് എന്ന് പഠിപ്പിക്കുന്നത് കാണാം. അത് സ്വഹാബത്താണ്, താബീങ്ങളാണ്, താബീങ്ങളാണ്. ഇവർ പഠിപ്പിച്ച മാർഗത്തിൽ അടിയുറച്ച് അവർ പഠിപ്പിച്ചതുപോലെ മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, വ്യക്തമാവുക. ഖുർആനും സുന്നത്തും തെളിവായി നമ്മുടെ മുന്നിൽ കിട്ടി. നോക്കൂ നിങ്ങൾ, ശിർക്കിനെതിരെ തൗഹീദിനെ സ്ഥാപിച്ചുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഉറപ്പിച്ചുകൊണ്ട് ഇന്ന് ഒരുപാട് ആയത്തുകൾ അവിടെ ഓതിയല്ലോ. എല്ലാം തെളിവുകളാണ്, വളച്ചുകെട്ടില്ലാതെ വ്യക്തമായി പഠിപ്പിച്ചതാണ്. ഈ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടും ആരെങ്കിലും ഖുർആനിനും സുന്നത്തിനും എതിര് പ്രവർത്തിച്ചാൽ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ആരാണോ അല്ലാഹുവിന്റെ റസൂലിനെ എതിര് പ്രവർത്തിക്കുന്നത്, സന്മാർഗം അവരുടെ കരങ്ങളിലേക്ക് വന്നു കിട്ടിയതിനു ശേഷവും. എന്താ സന്മാർഗം? ഈ ഖുർആനും സുന്നത്തുമാകുന്ന സന്മാർഗം ഒരാളുടെ കയ്യിലേക്ക് കിട്ടിയതിനു ശേഷവും ആരാണോ അല്ലാഹുവിന്റെ റസൂലിനെ എതിര് പ്രവർത്തിക്കുന്നത്, റസൂലുള്ള പഠിപ്പിച്ച ഒരു ആദർശത്തിന്, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു ജീവിത ചര്യയ്ക്ക് എതിരായി ആര് പ്രവർത്തിക്കുന്നുവോ അവിടെ നിർത്തിയില്ല. സ്വഹാബത്തിന്റേതല്ലാത്ത, മുഅ്മിനീങ്ങളുടേതല്ലാത്ത ഒരു മാർഗം ആരെങ്കിലും സ്വീകരിക്കുകയും ചെയ്താൽ, ഈ ആയത്തിൽ പറഞ്ഞ മുഅ്മിനീങ്ങൾ അത് സ്വഹാബത്താണ്. ഈ ആയത്ത് ഇറങ്ങുമ്പോൾ അവിടെയുള്ള മുഅ്മിനീങ്ങൾ സ്വഹാബികളായതുകൊണ്ട് ഈ ആയത്തിൽ പറഞ്ഞ മുഅ്മിനീങ്ങൾ സ്വഹാബത്താണ്. ആ സ്വഹാബത്തിന്റേതല്ലാത്ത ഒരു മാർഗം ആരെങ്കിലും സ്വീകരിച്ചാൽ അവർ തിരിഞ്ഞിടത്തേക്ക് നാം അവരെ തിരിച്ചുവിടുന്നതാണ്. അവർ പോകുന്നത് നരകത്തിലേക്കായിരിക്കുന്ന, അവർ തിരിഞ്ഞിടത്തേക്കാണ് തിരിച്ചുവിടും. അതുകൊണ്ട് ബിദ്അത്ത് ചെയ്താലേ ബിദ്അത്തിന്റെ റൂട്ടിൽ അങ്ങനെ പോയി നരകത്തേക്കാണ് കൊണ്ടുവരും. എന്താ ബിദ്അത്ത് എന്ന് പഠിക്കണം. നല്ലതാണ്, പുണ്യമുള്ളതാണ് എന്ന് പറഞ്ഞ് മതത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന പല കാര്യങ്ങൾക്കും പറയുന്ന പേരാണ് ബിദ്അത്ത്. അത് ദിക്റിന്റെ പേരിലാവാം, സ്വലാത്തിന്റെ പേരിലാവാം. അതെ, ഇസ്ലാമിൽ സ്വലാത്തുണ്ട്, പക്ഷെ സ്വലാത്തിന്റെ മറവിൽ മറ്റു ചില ശൈലികൾ. സിയാറത്തിന്റെ മറവിൽ ഖബറുകൾ കെട്ടിപ്പൊക്കുന്നത് പോലെ, സിയാറത്തിന്റെ മറവിൽ സിയാറത്ത് ടൂറുകൾ ഉള്ളതുപോലെ, സിയാറത്തിന്റെ മറവിൽ ഈ പറയപ്പെട്ട ചൂഷണങ്ങൾ നിലനിൽക്കുന്നത് പോലെ, സ്വലാത്തിന്റെ മറവിൽ സ്വലാത്ത് മജ്ലിസുകൾ ഉണ്ടാക്കുന്നു. സ്വലാത്തിന്റെ ഹദീസുകളുടെ മറവിൽ സ്വലാത്തിന് വേണ്ടി പ്രത്യേകം സദസ്സുകൾ ഉണ്ടാക്കുന്നു. അവിടെ നിന്ന് സമ്പത്ത് പിരിച്ചെടുക്കുന്നു. അതൊന്നും ദീനിനോട് യോജിച്ച ശൈലിയല്ല. അങ്ങനെയുള്ള ഒരു പ്രത്യേക ശൈലിയിലുള്ള സ്വലാത്ത് പുണ്യമുള്ളതാവണമെങ്കിൽ അത് റസൂലുള്ള പഠിപ്പിച്ചിരിക്കണം, ഹദീസിൽ ഉണ്ടാവണം. ദിക്ർ ഹൽഖ, ഇസ്ലാമിലെ ദിക്റുണ്ട്, പക്ഷെ ദിക്ർ ഹൽഖ ഇല്ല. അതിനുവേണ്ടി ഒരു ഹൽഖ ഉണ്ടാക്കുന്ന സ്വഭാവം നമ്മുടെ നാട്ടിൽ കുറെ ആൾക്കാർ പള്ളിയിൽ കൂടാണ്, വട്ടത്തിൽ നിന്നിട്ട് എല്ലാവരും നിന്ന് ചാടാണ്, ഹാ 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 എന്നിങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും നിന്ന് ചാടുന്ന ശൈലി നമ്മുടെ നാട്. ഏത് സ്വലാത്ത്, ഏത് ദിക്റാണ്, ആര് പഠിപ്പിച്ച ദിക്റാണ്? ഇങ്ങനെയുള്ള ശൈലികളൊന്നും ദീനിനോട് യോജിച്ചതല്ല, അത് ബിദ്അത്താണ്. അങ്ങനെയുള്ള ബിദ്അത്തുകൾ ഹബീബായ റസൂലുള്ളാഹിക്ക് എതിരാണ്. അത് ചെയ്തവന്റെ സ്ഥാനം നരകമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ആ ബിദ്അത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടണം. ബിദ്അത്തുകൾ നരകത്തിലേക്കുള്ളതാണ്. പ്രിയമുള്ളവരെ,
അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, മുഹമ്മദുർ റസൂലുള്ളാഹ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോ എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങളോടും ഈ സംസാരത്തെ ചുറ്റുവട്ടാരങ്ങളിൽ നിന്ന്, വല്ലപ്പുഴയുടെ ഓരങ്ങളിൽ നിന്ന് ഈ സംസാരത്തെ വീക്ഷിക്കുന്നവരോടും ഞാൻ അവസാനമായി ഓർമ്മപ്പെടുത്തുന്നത്, സഹോദരങ്ങളെ, തൗഹീദ് സ്വീകരിച്ചു പോകുന്നതോടൊപ്പം ബിദ്അത്തുകളിൽ നിന്ന് സുരക്ഷിതരായി സുന്നത്തിന്റെ മാർഗം സ്വീകരിക്കുന്നതിന്റെ കൂടെ നമ്മുടെ ജീവിതത്തിന്റെ നികല മേഖലകളും നമ്മൾ നന്നാക്കണം, ശുദ്ധീകരിക്കണം. ഒന്ന്, ഇബാദത്തുകളുടെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ വേണം. നിസ്കാരം പോലെയുള്ള സുഹൃതങ്ങളുടെ കാര്യത്തിൽ നമ്മൾ മുന്നേറണം. അള്ളാന്റെ ദീന് പഠിപ്പിച്ചല്ലോ, നിസ്കാരം മിന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാ നീചവൃത്തികളിൽ നിന്നും എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും മനുഷ്യരെ രക്ഷപ്പെടുത്തുന്ന ഒന്നാണ് നമസ്കാരം എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ അള്ളാന്റെ ദീന് പഠിപ്പിച്ച ഒരു ശൈലി നോക്കൂ നിങ്ങൾ. ഖുർആൻ പഠിപ്പിച്ചതിന് സമയമുണ്ട്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. സമയം നിശ്ചയിച്ചിട്ടുള്ള നിർബന്ധ കർമ്മമാണ് നിസ്കാരം. അത് കൃത്യമായിട്ട് നടക്കണം. അതിൽ പിഴവുണ്ടാകരുത്, അതിൽ തകരാറ് പറ്റരുത്. അതും നമ്മളെ നരകത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ ശ്രദ്ധ വേണം. ഫർളായ ഇബാദത്തുകളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. സമാനമായി ഹറാമുകളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തട്ടെ, സംസാരത്തെ ശ്രദ്ധിക്കുന്ന സഹോദരിമാരോട് അങ്ങാടികളിലേക്ക് ഇറങ്ങുമ്പോ ഇസ്ലാമിന്റെ വേഷവിധാനത്തെ മറികടന്നുകൊണ്ട് ഇന്ന് കടന്നു വന്ന ലിബറൽ ചിന്തകളെ സ്വീകരിച്ചുകൊണ്ട് ലിപ്സ്റ്റിക് പൂശിയിട്ട് മുഖത്ത് പുട്ടിയിട്ട് മേക്കപ്പ് സ്വീകരിച്ചുകൊണ്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങി തിരിച്ച് തന്റെ പിരികം ത്രെഡ് ചെയ്ത് ആര് കാണാനാ ഉമ്മമാരെ? നിങ്ങളെ സ്വീകരിക്കുന്ന വേഷവിധാനം ആര് കാണാനാ? ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഈ ധരിക്കുന്നത്? അങ്ങാടിയിൽ കഴുകക്കണ്ണോടെ കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യർ, ഒരുപാട് പുരുഷന്മാർ അങ്ങാടിയിലുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് നരകം വാങ്ങാനുള്ള വഴിയൊരുക്കിക്കൊണ്ട് തന്റെ ജീവിതത്തെ ഒരുക്കി നടക്കുന്ന പെണ്ണുങ്ങളില്ലേ? ഇസ്ലാമിന്റെ വേഷം മാറ്റിവെച്ചുകൊണ്ട് ജീൻസ് പാന്റും ടീഷർട്ടും ധരിച്ച് ഇസ്ലാമിന്റെ വേഷം മാറ്റിവെച്ചുകൊണ്ട് ശരീരത്തിന്റെ നഗ്നത വെളിവാകുമാറ് ഇറങ്ങി നടക്കുന്ന പെണ്ണുങ്ങളോട് അള്ളാന്റെ ദീന് പറഞ്ഞത്, സ്ത്രീകളെ, നിങ്ങൾക്ക് നരകമാണ്. ആ നരകത്തെ കുറിച്ച് ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടില്ലേ? അള്ളാന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയിട്ടില്ലേ? അതിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കണം. റീൽസിന്റെ ലോകത്ത്, സിനിമകളുടെ ലോകത്ത്, സീരിയലുകളുടെ ലോകത്ത്, എല്ലാ ഹറാമുകളുടെ ലോകത്തും നിൽക്കുമ്പോ മനസ്സിലാക്കിക്കോ സഹോദരങ്ങളെ, നമ്മുടെ സമയം കൊന്നു തീർക്കുകയാണ്. തിന്മകളുടെ ലോകത്ത് നമ്മൾ ചലിക്കുകയാണ്. ഒരു തോന്നിവാസവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. സെക്സ് ലോകത്തിന്റെ സെക്സ് വീഡിയോകളുടെ ലോകത്ത് അടിമപ്പെട്ട് കിടക്കുന്ന മനുഷ്യരുണ്ട്. എല്ലാ നിലക്കും വൃത്തികേടിന്റെ ലോകത്ത് സമ്പത്ത് സമ്പാദിക്കുന്നതും ഹറാമിലൂടെ, പലിശ വാങ്ങി, പലിശ കൊടുത്ത്, പലിശക്ക് കൂട്ടുനിന്ന് അള്ളാന്റെ ദീന് പറഞ്ഞില്ലേ, ആക്കിലുർ റിബ വമുകിലഹു വകാതിബഹു വശാഹിദൈഹി ഖാലഹും സവാ. വാങ്ങുന്നവനും കൊടുക്കുന്നവനും, അതേ തിന്നുന്നവനും തീറ്റിക്കുന്നവനും, കൈയെടുത്തിടുന്നവനും സാക്ഷി നിൽക്കുന്നവരും എല്ലാവരും ഒരുപോലെയാണെന്ന് പഠിപ്പിച്ച പലിശ ഇല്ലേ നമ്മുടെ ജീവിതത്തിൽ? പല ആളുകളും ലോൺ എടുത്ത് വാഹനം വാങ്ങുന്നവർ, ലോൺ എടുത്തുകൊണ്ട് വാഹനം വാങ്ങുന്നവർ, ലോൺ എടുത്തുകൊണ്ട് തന്റെ മക്കളെ കെട്ടിച്ചവർ, ലോൺ എടുത്തുകൊണ്ട് വീടുണ്ടാക്കുന്നവർ, ലോൺ എടുത്തുകൊണ്ട് ജീവിതത്തിന്റെ പ്രശ്നം തീർക്കുന്നവർ. സഹോദരാ, അത് ദീനിന് വിരുദ്ധമാണ്. ഇസ്ലാമിന്റെ ലോകത്ത് കുറ്റക്കാരനായി രേഖപ്പെടുത്തുന്ന കാര്യമല്ലേ? ഹറാമായ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിന്നിട്ടില്ലെങ്കിൽ നരകത്തിന്റെ ആഴങ്ങളിലേക്ക് പതിക്കുമെന്ന് തിരിച്ചറിയണം. സമാനമാണ് സഹോദരങ്ങളെ, നമ്മുടെ കുടുംബ രംഗത്തെയും നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ, ഭർത്താവ്, ഇതൊക്കെ ദീനിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കണം. ഉമ്മമാരെ ഭർത്താവിന് ഭർത്താവായി കണ്ട് പരിഗണനകൾ നൽകി പരസ്പരം സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടും നല്ല മക്കളായി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നിടത്ത് സഹകരിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി നമ്മൾ മാറണം. ഇന്ന് പലപ്പോഴും ലഹരിയുടെ ലോകത്താണ് മക്കൾ. എല്ലാവിധ ലഹരികളിലും മുഴുകി ജീവിക്കുന്നവരായി മാറിയിരിക്കുന്നു നമ്മുടെ മക്കൾ.
വലിയ വലിയ മാരകമായ രോഗങ്ങൾ സമ്മാനിക്കുന്ന MDMA പോലെയുള്ള വസ്തുക്കൾക്ക് പോലും, ലഹരി വസ്തുക്കൾക്ക് പോലും അഡിക്റ്റായ മക്കളില്ലേ? ഉണ്ട് സഹോദരങ്ങളെ. അതിൽ നിന്നൊക്കെ മക്കളെ പിടിച്ചു നിർത്തണമെങ്കിൽ മക്കൾക്ക് ദീനുണ്ടാവണം, തൗഹീദ് മക്കളെ പഠിപ്പിക്കണം, ഇസ്ലാമിന്റെ വെളിച്ചം മക്കൾക്ക് കൈമാറണം. അതിനുവേണ്ടി ദീന് മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. മാതാപിതാക്കൾ ഏറ്റവും നല്ല രൂപത്തിൽ തന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നവരായി മാറണം. അപ്പോഴേ രക്ഷയുള്ളൂ. എന്തിനാ അതൊക്കെ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തിനാ? തൗഹീദ് മുതൽ സഹോദരങ്ങളെ എല്ലാ കാര്യങ്ങളും, നമസ്കാരം മുതൽ ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടണം. അതേ സിനിമ കാണുന്ന തോന്നിവാസങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്ന് വരെ വിട്ടുനിൽക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇരിക്കുന്ന നമ്മൾ സഹോദരങ്ങളെ, നമ്മൾ മരിക്കും. മരണം നമ്മുടെ കൂടെയുണ്ട്, ഇതിലൊന്നും തർക്കല്ല. മരണം നമ്മുടെ തൊണ്ടക്കുഴിയോട് അടുത്തു നിൽക്കുന്ന ഒന്നാണ്. ആ മരണം നമ്മളിലേക്ക് കടന്നു വന്നാൽ സഹോദരങ്ങളെ പിന്നെ നമുക്ക് രക്ഷയില്ല. എപ്പോഴാണ് മരിക്കുക? എവിടെ വെച്ചാ മരിക്കുക? ഒന്നും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് മരണത്തെ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശ്രദ്ധിക്കാനാണ്. ആലോചിക്കുക, പെരിന്തൽമണ്ണയിലൂടെ ഒരു ട്രാവലർ തമിഴ്നാട്ടിലേക്ക് യാത്ര പോയ വാർത്ത വായിച്ച് നമ്മുടെ മനസ്സ് നടുങ്ങിയില്ലേ? എത്ര വേദനകളായിരുന്നു സമ്മാനിച്ചത്. ആ പ്രദേശത്ത് നിന്ന് സഹോദരങ്ങളെ ഒരു ജീവിതത്തിൽ ഒരു യാത്ര, ഒരു സന്തോഷത്തിന്റെ, ഒരു ഉല്ലാസയാത്ര. വാഹനത്തിൽ 13 ആളുകൾ ചെന്നു. 13ാമത്തെ വളവിൽ നിന്ന് ആ വാഹനം അതാ 9ാമത്തെ വളവിലേക്ക് താഴേക്ക് നിലം പതിക്കുമ്പോ ഒരുപാട് ആളുകൾ അവിടെ നിലവിളി കൂട്ടിയവർ ആ വാഹനത്തിന്റെ ഉള്ളിൽ നിന്ന് തീർന്നല്ല റബ്ബേ, അവസാനിച്ചല്ല റബ്ബേ എന്ന് മനസ്സിന്റെ ഉള്ളിൽ വേദനയോടെ ആർത്ത് നിലവിളിച്ചവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇല്ലേ പ്രിയമുള്ളവരെ? അവർ ആരും വിചാരിച്ചിട്ടില്ല. നാട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോ അവർ ആരും ചിന്തിച്ചിട്ടില്ല ഞങ്ങൾ മയ്യത്തായിട്ടായിരിക്കും നാട്ടിലേക്ക് തിരിച്ചു വരിക എന്ന്. ആരും ചിന്തിച്ചിട്ടില്ലല്ലോ, ആരും ഓർത്തിട്ടില്ലല്ലോ. സഹോദരങ്ങളെ, ഒരു വാഹനത്തിൽ പോയവർ വ്യത്യസ്തമായ വാഹനങ്ങളിൽ, ആംബുലൻസുകളിൽ യാത്ര പോകുന്നതാണ്. ആ യാത്ര പോകുന്ന തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോ തന്റെ മക്കൾക്ക് വേണ്ടി മുട്ടായി വാങ്ങിയവർ, തന്റെ മക്കൾക്ക് വേണ്ടി ചോക്ലേറ്റുകൾ ഒരുക്കി വെച്ചവർ, തന്റെ മക്കൾക്ക് വേണ്ടി എല്ലാ സംവിധാനങ്ങളെയും ഒരുക്കി വെച്ചവർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ലേ? എല്ലാം ഒന്നുമല്ല, അവർ ജഡമായി മയ്യത്തായിട്ടല്ലേ വീട്ടിലേക്ക് കയറി വന്നത്. എന്റെ മക്കൾക്ക് കൊടുക്കാൻ കഴിഞ്ഞതൊന്നുമില്ല. അതുകൊണ്ട് സഹോദര, ഇങ്ങനെ ഒരു മരണം നമുക്കുണ്ട്. എല്ലാ തോന്നിവാസങ്ങളെയും നിർത്തിക്കോ, എല്ലാം അവസാനിപ്പിച്ചോ. മരണം നമ്മുടെ തൊണ്ടക്കുഴിയിലേക്ക് വരുമെന്ന ബോധവും നമുക്ക് വേണം. അതുകൊണ്ട് ആ മരണത്തിന് മുമ്പ് ജീവിതത്തെ ശുദ്ധീകരിക്കണം. ആ ശുദ്ധീകരണത്തിന് അനിവാര്യമാണ് തൗഹീദ്, നിർഭയത്വം നൽകുന്ന ഈ വിശ്വാസം. അത് സ്വീകരിച്ച് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണം, എങ്കിലേ രക്ഷയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാ നിലക്കും ഈ ഒരു ആദർശം ഉൾക്കൊണ്ട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നിടത്ത് നമ്മൾ പഠിക്കുക. ദീന് പഠിക്കലാണോ പ്രധാനം? പഠിക്കാൻ പറ്റുന്ന ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. നമ്മുടെ നാട്ടിൽ പിന്നെ ഇവിടെ തൊട്ടടുത്ത് പള്ളിയുണ്ട്, വല്ലപ്പുഴ സലഫി സെന്ററും സലഫി പള്ളിയുമുണ്ട്. മലയാളത്തിൽ ഖുതുബ കേൾക്കാൻ പറ്റുന്ന, തൗഹീദിന്റെ ഖുർആനും സുന്നത്തും ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ദീന് പകർന്നു കൊടുക്കുന്ന ഖുതുബകൾ നമ്മുടെ നാടുകളുണ്ട്. വെള്ളിയാഴ്ച ദിവസം ചെല്ലാനും കേൾക്കാനൊക്കെ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, സമാനമായി ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസുകളുണ്ട്. ദീന് പഠിക്കാനുള്ള അവസരങ്ങളാണ്. ഒന്നിങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. പഠിക്കണം, മനസ്സിലാക്കണം. അതിന്റെ കൂടെ പീസ് റേഡിയോ എന്നൊരു സംവിധാനം നമ്മുടെ മുന്നിലുണ്ട്. 24 മണിക്കൂറും നമ്മുടെ വീടുകളിലൊക്കെ ദീനിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ പീസ് റേഡിയോ സംവിധാനമുണ്ട്. പഠിക്കണം സഹോദരങ്ങളെ. അത് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു സാധനം. ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരിക്കുമ്പോ ഫ്രീ ആയി നമുക്ക് കേൾക്കാൻ പറ്റുന്ന, മനസ്സ് തുറന്ന് ദീന് കേൾക്കാൻ പറ്റുന്ന അവസരങ്ങൾ നമ്മുടെ മുന്നിൽ. അതുകൊണ്ട് ഇതൊക്കെ ഓർത്തും ചിന്തിച്ചും നമ്മുടെ ജീവിതത്തെ നന്നായി പരിശോധനയ്ക്ക് വിധേയമാക്കിയും മുന്നോട്ട് പോവുക. എല്ലാ തോന്നിവാസങ്ങളെയും വലിച്ചെറിയ ജീവിതത്തിൽ നിന്ന്
രാഷ്ട്രീയ രംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ, നല്ല ഒരു അന്തരീക്ഷം നമ്മുടെ നാടുകളിലൊക്കെ രാഷ്ട്രീയ രംഗത്ത് വളർന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്താണെന്നറിയോ? പലപ്പോഴും വാഗ്ദാനങ്ങൾ ചെയ്തും ആ വാക്കുകൾ പാലിക്കാതെയും ഒക്കെ പല രാഷ്ട്രീയ രംഗങ്ങളും പോകുമ്പോ തന്റെ കീഴിലുള്ള ആളുകളെ, തന്റെ ഭരണാധികാരികൾ, ഭരണീയരെ അടിമകളായി കാണുന്ന ഒരു കാലം വരുമ്പോ, തന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ മറന്ന് ജീവിക്കുമ്പോ, അമാനത്തിനെ മറന്ന് ജീവിക്കുമ്പോ ഖിയാമത്തിനെ ഓർക്കണം, പരലോകത്തിനെ ഓർക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. 5 നേരം നിസ്കരിച്ചു, ഇബാദത്തുകളൊക്കെ ചെയ്തു, സജീവമായി ജീവിച്ചു. പക്ഷേ താൻ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായപ്പോ അവിടെ ചതിയും വഞ്ചനയും കളവുകളും ഒക്കെയാണെങ്കിൽ സഹോദരങ്ങളെ, നാളെ പരലോകം നഷ്ടമാകും എന്നൊരു ഓർമ്മ കൂടി ഈ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ രംഗത്തും അള്ളാഹുവിന്റെ ദീന് മുറുകെ പിടിച്ചുകൊണ്ട് നിലനിൽക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ ദീനിനെ ശക്തമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായി മാറാൻ നമുക്ക് കഴിയണം. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും, എല്ലാ വൃത്തികേടുകളിൽ നിന്നും, എല്ലാ മലീമസമായ ചിന്തകളിൽ നിന്നും നമ്മുടെ ഖൽബിനെ അള്ളാഹു സംരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കുമാറാവട്ടെ. സമാധാനം കൊതിക്കുന്ന, സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളുടെ കരങ്ങളിലേക്ക് ഈ രാജ്യത്തിന്റെ ഭരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.